അവിടുത്തെ ഉന്നതവാസിയും പരിശുദ്ധ ദൈവമാർക്കായി സ്തോത്രം. തിരുക്കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയ ഈ മീറ്റിംഗിന്റെ 5-ാം ദിനം രാത്രിയിലും കൂടി ഒരു വാദ്യം നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 ദിവസവും പരിശുദ്ധാത്മാവ് അടികളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, ഇന്ന് പകലും തിരുമുമ്പിൽ വന്നിരുന്ന് കർത്താവെ വിവിധ വിഷയങ്ങൾക്കായി മധ്യസ്ഥണയ്ക്കുവാൻ കരയുവാൻ നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് താണുപുലിറങ്ങി വന്ന് അവിടുത്തെ അവസാനത്തുള്ള രക്തവും വെള്ളവും ഞങ്ങൾക്കായി ഒഴുക്കി ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി ഞങ്ങളെ അവിടുത്തെ അവകാശമാക്കിയ സ്നേഹത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരു നാമമുണ്ട്, ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഒരു ദൈവമുണ്ട്, ഞങ്ങൾക്ക് ഹല്ലേലൂയ ദേശം ഓടി വരുവാൻ ഇടമുണ്ട്. അതേ കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഇന്നും വലുതാണ്. അങ്ങേക്കാൾ വലിയവനാ ദൈവമില്ല, അങ്ങേക്കാൾ ചെറിയവനായ ദൈവമില്ല. അങ്ങേക്ക് തുല്യമായ ഒരു നാമവുമില്ല. അങ്ങ് മാത്രമായിരിക്കാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവനൊപ്പം ഒരാളില്ല, അവനെ പോലെ ആരാധന ആരുമില്ലപ്പ. കർത്താവെ, ആ പാദപിടത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ സമർപ്പിക്കുന്നേ. അങ്ങ് എത്ര ഉന്നത ദൈവമാണ്. തങ്ങളെ ഏകാധിപന്മാരായിരിക്കുന്നതിന് വേണ്ടി തന്നെത്താൻ ബലവാന് കാണിക്കേണ്ടതിന് അങ്ങയുടെ കണ്ണ് ഭൂമി ഉരുടാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ആ സർവ്വശത്തിന് മുമ്പിലേക്ക് ഈ രാത്രി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവം ഞങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവീയ ശബ്ദങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. പച്ച കൂടി വന്ന ജനത്തെ അനുഗ്രഹിക്കണം. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രി ആത്മാവിൽ പാടുവാനും ആത്മാവിൽ പ്രാർത്ഥിപ്പാനും സ്വർഗമിടയാക്കണമേ. ഏകാഗ്രതയോട് സന്നിധാന ബോധം തിരുമ്പിൽ ഇരിപ്പേണ്ടിയാക്കണമേ. ഞങ്ങളുടെ ദാസന് വർഷം ലീഡ് ചെയ്യുമ്പോൾ ആത്മനിറവിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് അങ്ങേ വാഴ്ത്തുവാൻ, ഞങ്ങൾക്ക് അങ്ങേ നാമത്തെ കീർത്തിക്കുവാൻ തരം അവസരങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ദൈവവചനമായി ഞങ്ങളുടെ മധ്യേ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്നു. അധികാരത്തോടെ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ ശുശ്രൂഷിപ്പാൻ രാസനം അധികാരപ്പെടുത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഈ മെസ്സേജിന്റെ റെക്കോർഡിങ്ങൾ ഹല്ലേലൂയ കിട്ടുന്ന അനേകർക്ക് അത് അനുഗ്രഹമായി കൽപ്പിക്കണമേ. ദൈവനാമത്തിന് മഹത്വമായി ഇടയാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ആ ലോകമെമ്പാടുമുള്ള ഹല്ലേലൂയ ഇതാവേ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാനുഗ്രഹിച്ചാട്ട് തിരുക്കൃപയിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളെ ഹല്ലേലൂയ താഴ്ത്തുക. അവിടെ പച്ച കർത്താവിന്റെ അങ്ങ് ഒരു തടസ്സമോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടേ ആകല്ലേ. കർത്താവിന്റെ ഹല്ലേലൂയ ഇന്റർനെറ്റ് ഇലക്ട്രിസിറ്റി എല്ലാം ഞങ്ങൾക്ക് കൽപ്പിക്കണമേ. കർത്താവിന്റെ സന്ദർശിക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കേൾപ്പിക്കട്ടെ. മുഴുവൻ അങ്ങേക്കപ്പച്ച പ്രാർത്ഥകനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. സർവ്വപണികൾക്കായി ജന്മ ചക്രശേഷുവിന്റെ ധന്യമായ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയ തോന്നി കേട്ട് ഉത്തരം തരുമെന്നുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിലെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ഹല്ലേലൂയ കൂടി വന്ന എല്ലാ വത്സ സഹോദരങ്ങളെയും ദൈവദാസന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ. അതെ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ദൈവത്തെ പാടി ആരാധിക്കുക. കർത്താവ് ഷാജിയോൺ നമ്മുടെ മധ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. തന്നോടൊപ്പം തന്നെ ചേർന്ന് ദൈവത്തെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. വർഷം ലീഡ് ചെയ്യുവാൻ കർത്താവ് ഷാജിയോണെ ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. തന്നെ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് നേതൃത്വം വഹിക്കുന്ന പ്രിയ ജോൺസൺ പാഷ കുടുംബം, ആമേൻ. ഇന്ന് രാത്രി യാമത്തിൽ നമ്മളോട് കർത്താവിൻ്റെ വചനത്തിൽ സംസാരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ, വിറ്റി പങ്കെടുക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അമ്മ സ്തോത്രം. വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം തന്നെ അറിയിക്കുന്നു. അതുമാത്രമല്ല, അമ്മ സ്തോത്ര ഉപവാസ പ്രാർത്ഥനയുടെ ഈ അമ്മ സ്തോത്ര ഹല്ലേലൂയ ഈ വെള്ളിയാഴ്ച രാത്രിയിൽ 3 ദിവസവും തുടർമാനമായി അമ്മയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച പ്രിയ ജോൺസൺ പാസ്റ്ററോടും കുടുംബത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. വീണ്ടും ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഹല്ലേലൂയ. കുഞ്ഞിന് ചെറിയൊരു പനിയാൽ ഭാരപ്പെടുന്നുണ്ട്. പരിപൂർണമായ സൗഖ്യം കർത്താവ് വായിക്കാൻ വേണ്ടി ദയവായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ നിന്ന് അടച്ചാണ്. അപ്പ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങളുടെ സ്നേഹത്തിനും കരുതലും നന്ദി. അപ്പ പിതാവേ, യേശുപ്പാ, ഞങ്ങളുടെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ പ്രഷ്യസ് ബ്ലഡിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധമാവേ, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. രാത്രി അബ്ബാ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ, പുത്രനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധമാവെ ഞങ്ങളെ ശക്തീകരിക്കണേ. ഞങ്ങൾ ബലഹീനരാണ്. പരിശുദ്ധമാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഷബാന റാഖസെക്കത്തേറി നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയം കർത്താവിനെ സ്തുതിച്ചേ. ആ കരുതുന്ന ദൈവത്തെ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ, നമ്മളെ പോറ്റുന്ന പുലർത്തുന്ന കർത്താവിനെ എത്ര പേർക്ക് നന്ദിയോടെ പറയാൻ കഴിയും? രാത്രി കർത്താവേ, അങ്ങൻ്റെ ദൈവമാണ്. അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും വേണ്ടപ്പാ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ
കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. രാത്രിയാമത്തെ കർത്താവിനോടൊന്ന് ചേർന്നിരിപ്പാൻ, വീണ്ടും നന്ദിയുള്ളവരായിരിക്കാൻ നമ്മളെ ദൈവത്തെ സമർപ്പിച്ചാണ്. ഓ ഈ ദൈവം എൻ്റെ ദൈവം, ഈ എൻ്റെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ ദൈവം എൻ്റെ ദൈവം, ഈ എൻ്റെ ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ, ഏറെ താഴ്മയോടെ, നന്ദിയുള്ളവരായി ആ മാറാത്ത ദൈവത്തിൻ്റെ മുന്നിൽ, വിശ്വസ്തനായ ദൈവത്തിൻ്റെ മുന്നിൽ, ആ കരുതുന്ന ദൈവത്തിൻ്റെ മുന്നിൽ, നമ്മളെ പോറ്റുന്ന ദൈവത്തിൻ്റെ മുന്നിൽ ഇന്ന് രാത്രിയാമത്തിൽ ഹൃദയങ്ങളൊക്കെ തുറന്ന് സ്നേഹത്തോടെ അവനെ സ്തുതിച്ചു തുടങ്ങിക്കേ. ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ എൻ്റെ താതൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ എൻ്റെ താതൻ, കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ, കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ എൻ്റെ താതൻ, പോറ്റുന്നവൻ, പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നോ പരമോന്നതൻ, പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നോ പരമോന്നതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ എൻ്റെ കരങ്ങൾ ഉയർത്തി പാടിക്കേ. ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ എൻ്റെ താതൻ, മാറില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ താതൻ
എൻ്റെ താതനുവേ. ഈ ദൈവം എൻ്റെ ദൈവം, ഹല്ലേലൂയ. ഈ താതൻ എൻ്റെ താതൻ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ കൊതിയാണ്. കരങ്ങൾ ഉയർന്നു നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ. പ്രാർത്ഥനയോടെ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ. ഉപവാസ പ്രാർത്ഥന അവന്റെ സാന്നിധ്യത്തിലേക്ക് കയറുന്നതായി മാറട്ടെ, അവന്റെ ഹിതങ്ങൾ ചെയ്യുന്നതായി മാറട്ടെ. ഇത് രാത്രി പറഞ്ഞ കർത്താവേ, അങ്ങയുടെ ഹിതം വിട്ടെനിക്കൊരു വഴി വേണ്ട. ഇത് രാത്രി മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദിവസത്തിൽ കൊടുത്തിട്ടെന്ന് പറഞ്ഞേ, അപ്പാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിന്റെ സാന്നിധ്യം വിട്ട് മാറരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ ഹിതമല്ലാത്ത ഒന്നും വേണ്ട. ഓ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ കൊതിയാണ് നിൻ സാന്നിധ്യപ്പാ. ഓ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ. കൊതി കയറട്ടെ രാത്രിയാമത്തിൽ. എല്ലാത്തിനോടുള്ള വാഞ്ച മാറി ആ സാന്നിധ്യത്തിനകത്ത് പൊതിഞ്ഞു നിൽക്കുന്നവരായി. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. ഇതു പോരായേ ഇതു പോരായേ ഇതു പോരായേ ഇതു പോരായേ നിൻ സാന്നിധ്യം പോരായേ. നിൻ സാന്നിധ്യം പോരായേ. ഇതു പോരായേ ഇതു പോരായേ ഇതു പോരായേ
ചോദിക്കും കൊതിയോടുകൂടെ. നിൻ സാന്നിധ്യം പോരാ, ഒരിക്കൽ കൂടെ. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ. നിൻ സാന്നിധ്യം പോരാ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്. നിൻ പൊന്മുഖം ഞാൻ കണ്ടിടുമ്പോ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്. നിൻ പൊന്മുഖം ഞാൻ കണ്ടിടുമ്പോ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമമബാലസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ സാന്നിധ്യം ഞങ്ങൾക്ക്, നിൻ കൃപകൾ ഞങ്ങൾക്ക്. നിൻബസ്വരം കേട്ടിടുമ്പോ എൻ ഖേദമെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. അവലെ ദിവസാനത്തെ അനുഭവിച്ചറിയുന്നവർ നന്ദിയോടെ കരങ്ങൾ തട്ടിയോ കരങ്ങൾ ഉയർത്തിയോ എന്ന് രാത്രി ശക്തമായി സ്തുതിച്ച്. ഹല്ലേലൂയ. എനിക്ക് ഇരിക്കുന്ന ഈ റൂമിനകത്ത് തന്നെ വലിയ ദൈവസ്ഥാനത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പാടി പോയത്. ഹല്ലേലൂയ. ദയവായി സമയം പോയതിലൊക്കെ ക്ഷമിക്കണം. എനിക്കറിയാം ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അത് ദൈവമക്കൾ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് രാത്രി വലിയവനായ കർത്താവിനകത്താണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി ദൈവസഭയ്ക്ക് വലിയ പ്രതിസന്ധികൾ വരാനിടയായി. പത്രോസ് യോഹന്നാനൊക്കെ സ്തോത്രം ഹല്ലേലൂയ അവരെ തടവിലൊക്കെ കൊണ്ടുപോയപ്പോൾ അവരോട് ശക്തമായി പറഞ്ഞു, ഇനി യേശുവിൻ്റെ നാമത്തിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, ജനത്തോടൊന്നും പറയരുത്, ഈ നാമത്തെക്കുറിച്ച് പറയരുതൊക്കെ പറയുമ്പോൾ ദൈവജനം അതിശക്തമായ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നൊരു വേദഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണേ. ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾക്ക് കൃപ വേണം, ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല, നിങ്ങളുടെ കൃപയാ ഞങ്ങളെ നിറയ്ക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇന്ന് രാത്രിയാമത്തിലും ഈ സിറ്റി ഹാർവസ്റ്റ് ചർച്ചിനകത്തും സ്വർഗം പറയുന്ന ദൈവം ഈ സിറ്റിയിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ സിറ്റി ഒന്ന് കുലുക്കാനാ. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവജനം എവിടെയുണ്ടോ അവിടെ ചില പട്ടണങ്ങൾ കുലുങ്ങും. അവരുടെ കണ്ണുനീരിനകത്ത് വലിയ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആ വലിയവനായ യേശു കർത്താവിനെ തിറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിച്ചവൻ, ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, 12 സെൽവസര രക്തസ്രവക്കാരി ആയിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കി യേശു കർത്താവ്. ആമേ. മരണത്തെ ജയിച്ച കർത്താവ് ഇതിനകത്ത് നിപ്പുണ്ട്. നിങ്ങളുടെ ആ വിഷയങ്ങൾക്ക് വിടുതൽ നൽകുക അവന്റെ കൃപയാൽ പുതിയ എത്ര വിശ്വസിക്കുന്നു. ഓ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പായി മക്കൾക്ക്. പഠിക്കുക. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ,
കൃപ വേണമപ്പായി മക്കൾക്ക്. കരങ്ങളടിച്ച് സന്തോഷത്തോടെ രാത്രിയാമത്തെ കൃപയുടെ ഉറവിടമായ കർത്താവിന് വിശ്വാസത്തോടെ പ്രതിസന്ധികൾ തളർന്നു പോകാതെ ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കരങ്ങൾ തട്ടി. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ടോ നിശ്ചയമായും തൻ കാലച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളില. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. സൗന്ദര്യം ഞാൻ ദർശിക്കും കണ്ണുകളാലെ, ആത്മകണ്ണുകളാലെ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ടോ നിശ്ചയമായും തൻ കാലച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളില. തൻ സൗന്ദര്യം സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ അവനെ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ അവനെ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യം വരുമെന്നാവൻ ചൊന്നതല്ലയോ, അന്ന് ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യം വരുമെന്നാ ചൊന്നതല്ലയോ, അന്ന് ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ അവനെ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ അവനെ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടനുകം പുഷ്ടിയ തകർന്നു പോകുന്നു. കൃപ കൃപ കൃപയെ കാത്തു ചൊല്ലാമേ. പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമിയാകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടനുകം പുഷ്ടിയ തകർന്നു പോകുന്നു. കൃപ കൃപ കൃപയെ കാത്തു ചൊല്ലാമേ. പർവ്വതങ്ങൾ കാൽ കീഴെ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ അവനെ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ അവനെ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പായി മക്കൾക്ക്. ഒരിക്കൽ കൂടെ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണം. ഓ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണം. ഓ ധീരപരക്ഷമനം തീ കത്തിക്കാം, എന്നെ തീ കത്തിക്കാം. സ്വർഗീയര ചാമെ തീ കത്തിക്കാം, തീ കത്തിക്കാം, എന്നെ തീ കത്തിക്കാം. സ്വർഗീയര ചാമെ തീ കത്തിക്കാം. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ വേണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ വേണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്കാ, എന്നെ തീ കത്തിക്കാ. സുഖിയരാജാവേ, ഓ തീ കത്തിക്കാ, എന്നെ തീ കത്തിക്കാ. സുഖിയരാ ധീരവനം ശബലം തല വൈഡവനം ശപ്രൗഢവനം ശേ ജഗ 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 ധീരവനം ശബലം തൽ പ്രൗഢവനം ശേ ധീര പ്രൗഢവനം തല ജുഡവന വരമ ശബന ധീര പ്രൗഢവനം ശബലം തല രിഗതഗനം തേ. രാത്രിയാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ ശരീരത്തിന്റെ മേൽ. യെസ്, ഇന്ന് രാത്രി തീ പിടിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ ധീര പ്രൗഢവനം ശബലം തല ജുഡവന വരമ ശബലവലം തേ
ഹോശാനം താരക ധീരവനം ശബലം പ്രൗഢവനം ഷേ ഉറഗരഗ രഗജഗ ധീരവനം ശബലം ഓ ധീര പ്രൗഢവനം ശബലം തലരിഗദഗനം തേ. ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി ഒരുക്കിക്കോട്ടെ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ പണം ചെയ്യുന്നു ഞാൻ. ഒരിക്കൽ കൂടെ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്കാം, തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. സ്വർഗപിതാവേ, അപ്പൊ നല്ല സമയത്ത് നിങ്ങളോട് സ്തുതിക്കുന്നു. രാത്രി ഞങ്ങളെ ഒന്ന് കത്തിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ആത്മാവിന്റെ തീ ഞങ്ങളുടെ മേൽ പിടിക്കണമേ. ഞങ്ങൾ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന വിളക്കുകളായി മാറാൻ അപ്പ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയത്തിനെ കുടുംബ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കണമേ. രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആഴത്തിൽ ഇടപെടണമേ. ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ, ദൈവാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രിയത്തിന് ഞങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ശക്തി നൽകണമേ, കൃപ നൽകണമേ. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഷാജി ബ്രദറെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 3 ദിവസമായി നമ്മുടെ മധ്യേ കടന്നു വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വർഷിപ്പ് ലീഡ് ചെയ്യാൻ ദൈവം ഉപയോഗിച്ചല്ലോ. ദേവദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഈ ഹാലലിയ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും വേഗമല്ല കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ആണല്ലോ ഹാലലിയ. നമ്മുടെ ഈവനിങ് മീറ്റിംഗിന്റെ 5ാം ദിന രാത്രിയിലാണ് കൂടി വന്നിരിക്കുന്നത്. പകൽക്കാലം സ്തോത്രം കൂടി വന്നവർക്കറിയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ മധ്യസ്ഥ അണയ്ക്കുവാൻ ദൈവം നമുക്ക് നൽകി. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടി നിൽക്കുവാനും കരയുവാനുള്ള അവസരങ്ങൾ ദൈവം നാം നൽകിയത്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം പ്രാപ്തകൾക്ക് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെ ഇല്ല. ഹല്ലേലൂയ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെക്കാൾ വലിയ ദൈവമില്ല, നമ്മുടെ ദൈവത്തെക്കാൾ ചെറിയ ദൈവമില്ല, തുല്യം പറയാൻ ആളില്ല. ഹല്ലേലൂയ. കാരണം അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. എല്ലാം മുട്ടും മടങ്ങുന്ന, എല്ലാം നാവ് ഏറ്റുപറയുന്ന ഒരേ ഒരു നാമം യേശു നാമം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താൻ ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എത്രയോ ശ്രേഷ്ഠമായ സമയമാണ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ മധ്യ അയച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തന്മാരും കൂടി കേട്ടുകൊണ്ട് ദൈവവചനങ്ങൾക്കായി സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് എത്ര കൃത്യതയോടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തെ സംസാരിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലർ പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ഭൂമിയിലെ സകലരോട് എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ഹല്ലേലൂയ. 2, നിങ്ങൾ സാക്ഷികളാകും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ നമ്മൾ എപ്പോഴും ഓർത്തണം, ദൈവമക്കളുടെ മേൽ അവർ വ്യത്യസ്തരാക്കുന്നത് അവരുടെ മേൽ അഭിഷേകമാണ്. ഒരുവന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളൂ, ഹല്ലേലൂയ, നിങ്ങൾ അധികാരമുള്ളവരാ. അഭിഷിക്തരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക അധികാരമുണ്ട്. അത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു പുതിയ അധികാരത്തോടെ, ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുതിയ ശക്തിയുടെ ഹല്ലേലൂയ ഒരു വലിയ പ്രദർശനമായി മുന്നേറുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഹല്ലേലൂയ കൊരിന്ത്യരിൽ വായിക്കുന്ന പോലെ കേവലം വചനത്തിന്റെ ജ്ഞാനത്തിന്റെ വശീല വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും ഒരു വലിയ പ്രദർശനമായി തീരുവാൻ ഇടയാക്കുമാറാകട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ തന്റെ വചനത്തെ ഉറപ്പിച്ചു പോയി എന്ന് വചനം പഠിപ്പിക്കുന്നല്ലോ. ഹല്ലേലൂയ. അതേ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു 2024 ഈ അവസാന മണിക്കൂറുകളിലും അല്ലെങ്കിൽ 2025 ഹല്ലേലൂയ അതേ ആദ്യ ദിവസങ്ങളിൽ കാലെടുത്തു വെക്കുവാൻ ഏതാനും ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളും നമ്മുടെ മുമ്പിൽ ഉള്ളൂ എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു 2025 ദൈവം നമുക്ക് അനുവദിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഒരു പുതിയ അധികാരത്തിന്റെ, ഒരു പുതിയ അഭിഷേക
അഭിഷേകത്തിന്റെ, ഒരു പുതിയ ശക്തിയുടെ, ദൈവാത്മാവിന്റെ പ്രവൃത്തിയുടെ ഹല്ലേലൂയ ഒരു വലിയ വർഷമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അതിനായി ഒരുക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കൂടി വന്ന എല്ലാ ദൈവഭക്തരെയും യേശു നാമം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിച്ചിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ഭൃത്യൻ കർത്താവദാസൻ പ്രിയ കുഞ്ഞോൻ ജോഷി അവർക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷണപ്രകാരം മീറ്റിംഗിൽ താൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രി ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരേ കാലയളവിൽ തിരുവചനങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഭ്യസിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾ ലഭിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് ആയിരിക്കുന്നെങ്കിലും ഹല്ലേലൂയ കർത്താവിന്റെ പേരിൽ തന്നെ ശക്തനായിരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും സന്തോഷിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. വിശേഷാൽ ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ, അനേക വില്ലേജുകളിൽ, അനേക ഹല്ലേലൂയ യുവജനങ്ങളുടെ ഇടയിൽ, അനേക ദൈവജനത്തിനിടയിൽ കർത്താവിനെ അറിയാത്ത ഇടത്തിലൊക്കെ കടന്നുപോയി ഒരു വലിയ ആത്മഭാരത്തോടെ, ഒരു ആത്മപാഷനോടുകൂടി താനെ കടന്നു പോകുന്ന വർത്തകളൊക്കെ കേൾക്കുവാനും കാണുവാനും കഴിയുന്നുണ്ട്. ഹാലെ തന്റെ കൂടെ അല്പസമയം ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ചാർജ് ആകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത്ര ആത്മവീര്യത്തോടെയാണ് ആ ദൈവഭൃത്യന്റെ വാക്കുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതേ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു ദൈവദാസന്റെ മകനായി ജനിച്ച് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഇത്ര ആവലോടെ ഓടുന്ന ദൈവഭൃത്യൻ ഇന്ന് രാത്രി നമ്മോടൊപ്പം ആയിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ താഴ്മയോടെ ബഹുമാനത്തോടെ കർത്തൃഭൃത്യന് ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവ സൂക്ഷിക്കായി ഞാൻ സമയം വിട്ടുകൊടുക്കുകയാണ്. പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം. എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ആരാധന കർത്താവ് നമുക്ക് നൽകി ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. പ്രത്യേകിച്ച് കർത്തദാസൻ ജോൺസൺ, സഹോദരി ജോളി, അവരുടെ ശുശ്രൂഷ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മീറ്റിങ്ങുകൾക്ക് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഒത്തെങ്കിൽ ഞാനും കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ പക്ഷേ 2 ദിവസമായിട്ട് ഇപ്പോൾ വയനാട്ടിലാണുള്ളത്. വേണ്ട പോലെ എനിക്ക് കയറാൻ ഒത്തില്ല. ഇന്നലെ അല്പസമയം അറ്റൻഡ് ചെയ്യാനെടുത്തു. വളരെ അനുഗ്രഹമായിരുന്നു. ഇവിടെ ഈ മഞ്ഞും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചെറിയൊരു തൊണ്ടയ്ക്ക് പ്രശ്നവും ഇതൊക്കെ ഉണ്ട്. ക്ഷമിക്കുക. ഇതിൽ കർത്താവ് നമ്മളെ കരുതും. സ്തോത്രം. അല്പസമയം നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ദൈവകരത്തിൽ ഒത്തിരി അനുഗ്രഹമായി മാറും എന്ന് പൂർണ്ണമായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ ഇന്ന് വൈകിട്ടും അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നതിനെ കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് നൽകിയ നിയോഗങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനും കർത്തദാസൻ പറഞ്ഞ പോലെ എൻ്റെ പിതാവ് ഈ മലബാർ ഏരിയയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഞങ്ങൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് മുതലായ സ്ഥലങ്ങളിലൊക്കെയാണ് ശുശ്രൂഷയും വളർന്നതും ഒക്കെ വന്നത്. എന്നാൽ ഞാനിപ്പോൾ 27 വർഷമായിട്ട് എറണാകുളത്താണ് കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവിടെ പ്രധാനമായി ഞാൻ IPCയിൽ ഒരു ശുശ്രൂഷനാണ്. പക്ഷെ ഒരു ചർച്ച് മിനിസ്ട്രിയിലല്ലേ, ക്യാമ്പ് സ്റ്റുഡൻസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ മിക്കവാറുള്ള പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെയൊക്കെ കർത്താവ് ബേർഡൻ തന്ന് യാത്ര ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. കർത്തദാസനോട്, കുടുംബത്തോട്, എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനയിൽ നിങ്ങളെ ദൈവം അനുവദിക്കുന്ന പോലെ ഓർക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. നമുക്ക് സമയപരിമിതി കൊണ്ട് ഞാൻ അധികം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 21, 22, 23 വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് 23, 21, 22 and 23 വേഴ്സസ്. പ്ലീസ് ആരെങ്കിലും ഒന്ന് വായിക്കാം. ശബ്ദം കംഫർട്ടബിൾ ആണല്ലോ? Yes, comfortable. Okay. Verse 21. യാക്കോബിന് തിന്മ കാണുവാനില്ല, ഇസ്രായേൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവരോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ കൊണ്ടുവരുന്നു. കാട്ടുപോത്ത് തുല്യമായ ബലം അവനുണ്ട്. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനെ ഭരിക്കുകയുമില്ല. ഞാനിപ്പോൾ 33 വർഷമായി ദൈവകൃപയാൽ ശുശ്രൂഷയിലായിരിക്കുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം ദൈവം തരുന്നതും പുതിയ നിയമ
ലേഖന ഭാഗങ്ങളും കർത്താവിൻ്റെ പഠിപ്പിക്കലിനൊക്കെയാണ് കൂടുതൽ ഞാൻ ശുശ്രൂഷയ്ക്ക് കർത്താവിനെ നയിക്കുന്നത്. പുതിയ നിയമസഭയ്ക്ക് അതാണല്ലോ കൂടുതൽ ആവശ്യവുമായിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് തന്നെ വളരെ ചുരുങ്ങിയ സന്ദേശങ്ങളെ പഴയ നിയമത്തിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളൂ. പഴയ നിയമം തുറക്കുമ്പോഴെല്ലാം സന്ദേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, പറയാനായിട്ട് വെക്കും. പക്ഷെ എന്നെ സ്പർശിച്ച സന്ദേശങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ രാജാവ് ബാലാക്ക് ബിലയാം എന്ന പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ശപിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ബിലയാമിലൂടെ സംസാരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. ഈ ബാലാക്കിന് ഒരു കാര്യം മനസ്സിലായി, ഇസ്രയേലിനോട് ഡീല് ചെയ്യണമെങ്കിൽ ഭൗതികമായി ഡീൽ ചെയ്താൽ ശരിയാകത്തില്ല. ഭൗതിക തലത്തിൽ അവരോട് ഏറ്റുമുട്ടിയാൽ വിജയിക്കുകയില്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ അവരുമായി ഏറ്റുമുട്ടിയാൽ അവർ തകർക്കുവാനായിട്ട് കഴിയും. ഓക്കുക, അവിടെ തന്നെ നമുക്ക് ഒരു സന്ദേശം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പിശാചിന് തിരിച്ചറിയാം ഭൗതികമായി പ്രത്യക്ഷമായി നമ്മളെ ഏറ്റുമുട്ടിയാൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാനൊക്കെയില്ല, തകർക്കുവാനൊക്കെയില്ല വിശ്വാസത്തിൽ. ആത്മമണ്ഡലത്തിലാണ് അവന്റെ പ്രവൃത്തികളൊക്കെ. അപ്പോൾ ഇവരെ ശപിക്കുവാനായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശാപം ഏൽക്കും എന്ന് വിശ്വസിച്ച ഈ ബാലാക്ക് എന്ന രാജാവ് ബിലയാമിനെ വിളിച്ച് ശപിക്കുവാനായി കൊണ്ടുവരികയാണ്. ബിലയാം യഹോവയുടെ പ്രവാചകനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ബിലയാമിന്റെ നാവിലൂടെ ദൈവത്തിന്റെ സന്ദേശം വരികയാണ്. കൃത്യമായി ഇസ്രായേൽ ജനം എന്താണ്, അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എന്നുള്ളത് അവിടെ വെച്ച് വെളിപ്പെടുത്തുന്ന നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നു. ഈ സന്ദേശത്തിന്റെ ആഴങ്ങളെ ശരിക്കും ഞങ്ങൾക്ക് എനിക്ക് ദൈവം ഗ്രഹിപ്പിച്ചു തന്നത്, ഒരിക്കൽ ഞാനും ഭാര്യ ഒരുമിച്ച് ഞങ്ങൾ വചനം പഠിക്കുന്ന സമയത്ത് എൻ്റെ സഹധർമ്മിണി എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന്റെ മറുപടിയായി ഞാൻ ചിന്തിച്ചതാണ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഭരിക്കില്ല. ഞാൻ അത് പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ സാധാരണ പറയാറുണ്ട്, വിവാഹ സമയത്തൊക്കെ പറയാറുണ്ട്, ഫാമിലി പ്രേസ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ. പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ പിണക്കം വന്നാൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പിണക്കം വരാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരമപ്രധാനമായിരിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരുമിച്ച് വചനം ധ്യാനിക്കുന്നവരായിരിക്കണം. ഒരുമിച്ച് നിങ്ങൾ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരസ്പര സ്നേഹബന്ധം വർദ്ധിക്കും. മാത്രമല്ല, ചിലതൊക്കെ നേരിട്ട് പറഞ്ഞാൽ സ്വീകരിക്കാത്ത കാര്യങ്ങൾ ഒരുമിച്ച് അനലൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യുകയും അത് പരിഹരിക്കുന്നതിനിടയാച്ചിരും. അങ്ങനെ ദിനവും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പിണങ്ങേണ്ട ആവശ്യം വരത്തില്ല. പിണക്കം വന്നാലും അത് പിണക്കമായിട്ട് പ്രത്യക്ഷമായിട്ട് വരികയില്ല. അതുപോലെ സ്നേഹിക്കുവാനും കരുതുവാനുമായിട്ട് കഴിയും. ഞാൻ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പല ഗഹനമേറിയിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. യാക്കോബ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് എന്താണ്? ഉബായി എന്നാണ്. ഭയങ്കര ചതിയനായിരുന്നു, വഞ്ചകനായിരുന്നു. നമ്മൾ അറിയപ്പെടുന്ന ഒരു ദൈവാസൻ ഒരു ദിവസം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. പുള്ളി ഭയങ്കര ചതിയനായിരുന്നു, വഞ്ചകനായിരുന്നു, എന്തെങ്കിലും ദൈവം അവനെ അനുഗ്രഹിച്ചു. അപ്പൊ ഈ ചിന്തയാണ് ഞങ്ങൾ ഉപദേശമാരൊക്കെ പ്രസംഗിച്ച് പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത്. യാക്കോബ് എന്ന് പറഞ്ഞാൽ തരികടയാണ്. എന്നാൽ നമ്മളെക്കുറിച്ചും ലോക ജനം ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മളെ കൊണ്ട് കാണുന്നത്? അതാണ് യഥാർത്ഥത്തിൽ നടപ്പിൽ വരുത്തുന്നത്. ഞാൻ സംസാരിക്കുന്ന സന്ദേശത്തിന് ഞാനൊരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ, ജേക്കബ് എ മിഷണറി, അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കുന്ന യാക്കോബ് എന്ന് കൊടുക്കുവാനാണ് ഇഷ്ടം. മറ്റൊന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിളിയിൽ നിലനിൽക്കുന്നവനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത. അത് ഏതിടണമെന്ന് തന്നെ കൺഫ്യൂഷനാണ്. പക്ഷെ നിങ്ങൾ താല്പര്യമുള്ള ഒരു വചനങ്ങളൊക്കെ എഴുതിയെടുക്കുക. സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരു സന്ദേശമായിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം നൽകുന്നതായിരിക്കും. പൂർണ്ണമായും കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മളെ ഇതിലേക്ക് ഇടയായിത്തരും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. വളരെ വിശാലമായിരിക്കുന്ന ഒരു വിഷയമാണ്.
എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലാണല്ലോ നടക്കത്തുള്ളൂ. സ്തോത്രം. അവിടെ പറയുന്നു, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രയേലിൽ കഷ്ടത ദർശിപ്പാനില്ല. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, he has not observed iniquity in Jacob nor has seen wickedness in Israel. Iniquity and wickedness, അതായത് തിന്മയുമില്ല ദുഷ്ടതയുമില്ല. യാക്കോബിൽ എന്തില്ല? തിന്മയില്ല, ദുഷ്ടതയില്ല. അപ്പൊ ദൈവവചനം അങ്ങനെയാണ് യാക്കോബിനെ കുറിച്ച് പറയുന്നത്. ചില വാക്യങ്ങൾ അതിനെ സപ്പോർട്ടീവായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, യെശയ്യാ പ്രവചനം 44 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രയേലെ കേൾക്കാം. താഴോട്ട് പറയുന്ന, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ നീ ഭയപ്പെടേണ്ട. ജഷുരൂൻ എന്ന് പറഞ്ഞാൽ ദ റൈച്ചസ് വൺ, നീതീകരിക്കപ്പെട്ടവൻ, ഞാൻ തിരഞ്ഞെടുത്തവൻ, നീതിമാനായിരിക്കുന്നവൻ. 43 യെശയ്യാവ് 43:1-4 ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പോഴേ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ അരുൾപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചനം യാക്കോബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് യാക്കോബ് ഉപായിയായിരുന്നു, അല്ലെങ്കിൽ തന്റെ തന്ത്രങ്ങളിലൂടെ കാര്യങ്ങൾ സാധിച്ച് എടുത്തവനാണെന്നുള്ള. ചില വാക്യങ്ങളുടെ സപ്പോർട്ടീവായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മലാക്കി പ്രവചനം 1:2 ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കും. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-13 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം വരേണ്ടതിന്. താഴോട്ട് പറയുമ്പോൾ, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ദൈവം ഇവർ ജനിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി പറയാണ്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു. ആമേൻ. അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്നുണ്ട്, ഇപ്പൊ ദൈവം ഇതെല്ലാം മുൻ നിർണയിച്ചു വെച്ചിരിക്കുകയാണോ? ഓരോരുത്തരെ കുറിച്ച് തലയിലെഴുത്ത് പോലെ വിധി പോലെ വെച്ചിരിക്കുകയാണോ? ഒരിക്കലും അല്ല. നമുക്ക് അതിനുള്ള വാക്യം നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. റോമാലേഖനം 8:29 ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ മുൻ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മുൻ അറിവാണ് പ്രാധാന്യം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും എങ്ങനെ എപ്പോൾ ജനിക്കുമെന്നും ആരിൽ ജനിക്കുമെന്നും എങ്ങനെയായിരിക്കും നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ പ്രതികരിക്കുക എന്നും എങ്ങനെയാണ് കർത്താവിനെ അറിയാമെന്നും മാത്രമല്ല ഈ ഭൂമിയിൽ നമ്മുടെ അവസാന ശ്വാസം വരെ എപ്പോഴാണെന്നും ഒന്നുകൂടെ പറഞ്ഞാൽ നിത്യതയിൽ വരെ നമുക്കുള്ള പ്രതിഫലങ്ങൾ നമ്മുടെ നിത്യത വരെ എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി അറിയിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ഉദാഹരണത്തിന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മുന്നറിവിനെ കുറിച്ച് പറയാൻ ഒരു ഉദാഹരണം പറഞ്ഞാലേ അത് ബോധ്യം വരത്തുള്ളൂ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 16-17. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം കൊടുത്ത കൽപ്പനയാണ്. അതൊരു മുന്നറിയിപ്പായി, വാണിംഗ് ആയി ദൈവം അവർക്ക് കൊടുത്തതാണ്. ദൈവമാണ് ശ്രേഷ്ഠനെന്നും ദൈവം മാത്രമാണ് തങ്ങളെ സൃഷ്ടിച്ച് ഭരിച്ച് നിയന്ത്രിക്കുന്നവനെന്നും ദൈവത്തെ ഭയപ്പെടേണ്ടതിനു വേണ്ടി തന്റെ ഇഷ്ടപ്രകാരമല്ല കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ആദമിന് കൊടുത്ത ഒരു കൽപ്പനയാണ്. എന്നാൽ ആദം പാപം ചെയ്യുമെന്ന് തിരിച്ചറിയുന്ന ദൈവം ആ സൃഷ്ടിക്ക് മുന്നമേ ഒരു പരിഹാരം വെച്ചു. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 13:8 വായിക്കുന്നത്: ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. ആമേൻ. ഇപ്പൊ ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പ് തന്നെ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് തിരിച്ചറിയുന്ന ദൈവം അതിനു മുൻപേ പരിഹാരം വെച്ചതിന് ശേഷമാണ് സകല സൃഷ്ടികളും തുടങ്ങിയത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ നമ്മൾക്ക് ഇന്ന് വരെ നടത്തിയ ദൈവം നാളെ നമ്മൾ എന്ത് പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുവാൻ പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞുകൂടാ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്
അതറിയാമെന്ന് മാത്രമല്ല, അതിനുള്ള പരിഹാരവും കണ്ടിട്ടാണ് നമ്മെ ഇന്നിവിടെ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സാഹചര്യവശാലും നമ്മൾ നാളെ ഓർത്ത് ഭാരപ്പെടേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പറവുകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അതിനെ പോലും കർത്താവ് ഇത്രയും മനോഹരമായി നടത്തുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ പദ്ധതിയുടെ ഭാഗമായി, ദൈവത്തിന്റെ പ്ലാനിന്റെ ഭാഗമായി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് യാക്കോബ് എന്ന് പറയുന്നത്. ഇത് നമ്മളുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ബന്ധപ്പെടുവാൻ കഴിയുന്നത്? ഒന്ന് നമുക്കറിയാം, 2 തീമോഥെയോസിന്റെ ലേഖനം 1:9 വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. സകല കാലത്തിനു മുൻപേ ക്രിസ്തുവേശുവിൽ നമ്മൾ നൽകിയിരിക്കുന്നതാണ്. എന്ത്? ഈ രക്ഷയും വിളിച്ചിരിക്കുന്നതും. ദൈവത്തിന് നമ്മളെ അറിയാം, നമ്മളെങ്ങനെ പ്രതികരിക്കും, എങ്ങനെ ജീവിക്കും എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ദൈവത്തിന് അറിയാം. അവന്റെ മുൻ അറിവിന്റെ ഭാഗമായി, മുൻ നിർണയമല്ല ഞാൻ പറഞ്ഞത്, മുൻ നിർണയം രണ്ടാമതാണ് വരുന്നത്, ആദ്യം മുൻ അറിവാണ്. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്, നമ്മൾ പൊതുവെ ചിന്തിക്കും ദൈവം ഇതെല്ലാം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. അല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിലൂടെ നടക്കണമെന്നാണ് ദൈവത്തെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പുകളെ തരുന്നത്. മുന്നറിയിപ്പുകളെ അവഗണിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളും ദൈവത്തിന്റെ കൃപകളും നമുക്ക് അനുഭവിക്കുവാൻ കഴിയാതെയായി പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, പുതിയ നിയമത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് പ്രാധാന്യമായി തീരുന്നതെന്നും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഓൾറെഡി വി ആർ ബ്ലെസ്ഡ്. നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ദൈവം. നമ്മളത് തിരിച്ചറിയണം. ഒന്ന്, അല്ലെ താഴോട്ട് പറയുമ്പോൾ, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഈ എല്ലാ പ്രപഞ്ചവും സൃഷ്ടിക്കുന്നതിന് മുൻപേ തന്നെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഫെസ്യ ലേഖനം 1:4 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു അവൻ. അവന്റെ ബലത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ അളവറ്റം വലിപ്പം. അതായത് ദൈവം നമ്മളെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, നിഷ്കളങ്ക മക്കളാക്കി, നമ്മളെ ദത്തെടുത്തു, ദൈവത്തിന്റെ മക്കളാക്കി. റോമാലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്? നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ, 8-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്, മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ രക്ഷിതാവാണ്, കർത്താവാണ്, ദൈവപുത്രനാണ്. അപ്പോൾ തന്നെ ദൈവവചനം പറയുന്നത് അവൻ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. സ്തോത്രം. മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പോൾ ആ യേശുവിനുള്ള അതേ പ്രിവിലേജസ്, അവകാശങ്ങൾ ദൈവസഭയ്ക്ക് ഓരോ ദൈവ പൈതലിനും നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അവകാശം, ക്രിസ്തുവിന്റെ കൂട്ടവകാശം. നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കരഞ്ഞും വിളിച്ചും ദുഃഖിച്ചും ജീവിതം മുഴുവൻ യാതൊരു പ്രത്യാശയില്ലാത്തവരായി തീരും. എന്നാൽ തിരിച്ചറിയുക, നമുക്ക് നൽകിയിരിക്കുന്ന പദവിയെ തിരിച്ചറിയുമ്പോൾ, ഇവിടെ തന്നെ യാക്കോബിനെ തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന അല്ലെങ്കിൽ തുടർന്ന് കേൾക്കുന്ന ഓരോ ദൈവമക്കളും വിചാരിക്കുക, തിരിച്ചറിയുക, നിങ്ങൾ യാദൃശ്യ ഒരു കാലഘട്ടത്ത് ജനിച്ചതല്ല. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി അവൻ നമ്മളെ ഈ കാലഘട്ടത്ത് ജനിക്കുവാനും തിരഞ്ഞെടുക്കുവാനും ദൈവകൃപയിലായിരിക്കാനും ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് യാക്കോബിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുക. യാക്കോബിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം മുതൽ ചില കാര്യങ്ങൾ ഓടിച്ച് പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ സന്ദേശങ്ങൾക്ക് ശേഷം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ ഈ പെർസെപ്ഷനിൽ, ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ദൈവവചനം ധ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടും ദൈവം പുതിയ പുതിയ സന്ദേശങ്ങൾ തരും. വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 25-19. ആമേൻ. ഒന്ന് വായിക്കാം. അവിടെ പറയുന്നത് 19 തന്റെ ഭാര്യ മച്ചിയായിരുന്നുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു.
യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവരുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാനായി പോയി. ആമേൻ. നല്ല മാതൃകയുള്ള ഒരു അനുഭവം. ഇവിടെ അവർക്ക് വന്ധ്യയായിരുന്നപ്പോൾ ഇസഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ കുഞ്ഞുങ്ങളെ ദൈവം അവളുടെ ഗർഭം തുറന്ന് കുഞ്ഞുങ്ങളെ നൽകി. നമുക്കറിയാം, ചരിത്രം അറിയാം. അവർ ഉള്ളിൽ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടായപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പ്രശ്നം ഈ വന്ധ്യതയെ തിരിച്ചറിഞ്ഞപ്പോൾ ഇസഹാക്ക് എങ്ങോട്ടാ ചെന്നത്? ദൈവത്തിന്റെ അടുത്തേക്കാ ചെന്നത്. നമ്മൾ സാധാരണ ഇന്ന് എന്താ ചെയ്യുന്നത്? വല്ല IVF സെന്ററിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അവസാനം ഒരു നിവൃത്തിയില്ല എന്ന് കഴിയുമ്പോൾ ആരെല്ലാം ആശ്രയിക്കാറുള്ളൂ? ദൈവത്തിൽ ആശ്രയിക്കാറുള്ളൂ എല്ലാ കാര്യങ്ങളിലും. ഇപ്പൊ നമ്മളൊരു രോഗം വന്നു, സാധാരണ ആളുകളോടൊന്നും പറയത്തില്ല. പക്ഷെ ICUലാകുമ്പോഴേക്കും പറയൂ, പ്രാർത്ഥിച്ചേക്കണേ. ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ഞാൻ ഓർക്കുന്നു, ഞാൻ പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ മകനായി ജനിച്ചു വളർന്നതാണ്. ഒരു 30 വർഷം മുമ്പ് വരെ നമ്മുടെ സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രതിസന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉപവാസം പ്രഖ്യാപിക്കും, സഭയായി പോയിരുന്നു പ്രാർത്ഥിക്കും. പാമ്പ് കടിച്ച് സുഖമായത് ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചു കിടന്നത് ഉയർത്തെഴുന്നേറ്റ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഭ്രാന്ത് മാറിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ബാല്യത്തിലെല്ലാം കണ്ടിട്ടുണ്ട്. ആ ദൈവത്തിന് ഇന്ന് ശക്തിയില്ലാഞ്ഞിട്ടാണോ? ഇത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ. ഇത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ, അന്ന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അന്ന് നമ്മൾ വേറെ എങ്ങും പോകാറില്ല. പൊതുവെ മരുന്ന് ഉപയോഗിക്കുന്നതിനോടൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. കർത്താവിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മൾ എന്ത് നിസ്സാരമാകുന്ന വിഷയങ്ങളാണെങ്കിലും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെന്നാൽ, ധൈര്യത്തോടെ പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നാൽ, സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കുവാൻ എപ്പോഴും ഒരുക്കമുള്ളവനാണ്. സ്തോത്രം. ഇവിടെ അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദൈവം യഹോവ അവളോട് പറയാണ്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. അതായത് ഇവര് ചോദിക്കാൻ ചെന്നപ്പോൾ കൃത്യമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് യഹോവ അവളോട് സംസാരിച്ചു. നിശ്ചയമായും അത് ആരോട് പങ്കുവെച്ചിട്ടുണ്ട്? ഇസഹാക്കിനോടും പങ്കുവെച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 കുഞ്ഞുങ്ങളാണുള്ളത്. അതിൽ ഇളയവനെ മൂത്തവൻ സേവിക്കും. അപ്പോൾ ഇളയവനാണ് ദൈവീക പദ്ധതിയിലുള്ളവനെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ, ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാമ്പിന് ശിക്ഷയായി ദൈവം കൽപ്പിച്ചോ പറഞ്ഞു, ഈ സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്യും? നിന്റെ തലയെ തകർക്കും. അപ്പോൾ മരണത്തിന്റെ അവസ്ഥയും മരണമില്ലാത്ത അവസ്ഥയും അനുഭവിച്ചറിഞ്ഞ 2 പേര് ആദമും ഹവയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വലിയ അന്ധകാരവും ദൈവത്തിൽ നിന്നുള്ള ഡിസ്കണക്ഷനും വേദനയെല്ലാം കൂടെ വന്നപ്പോൾ അവർ ഓടി ഒളിച്ചു, ഭയപ്പെട്ടു. അവരോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്, ഈ സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്യും? ഈ സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്വാഭാവികമായിട്ട് അവർ വിചാരിച്ചത്, കയീൻ ജനിച്ചപ്പോൾ ഇവനാണ് ഞങ്ങളുടെ പാപാവസ്ഥ മാറ്റി പഴയ അവസ്ഥയിലേക്ക് പോകുവാൻ ചെല്ലുന്നതെന്നാണ് വിചാരിച്ചത്. ഇല്ല, നമുക്കറിയാം, അതിന്റെ ഫലം അറിയാമല്ലോ. കയീൻ കൊലപാതകനായി തീർന്നു. പിന്നീട് ഇങ്ങോട്ട് തലമുറകൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ ജനിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്ന ഇവനാണ് ഞങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നത്. അതുകൊണ്ടാണ് മോശ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടപ്പോഴേക്കും അവൻ ഒളിപ്പിച്ചു വെക്കാനുള്ള കാരണം അതാണ്. അതുപോലെ കർത്താവ് ജനിക്കുന്നതിന്റെ കാലഘട്ടം വന്നപ്പോൾ 400 വർഷക്കാലം യാതൊരു സന്ദേശവും ഇല്ലാതിരുന്നപ്പോൾ എന്തോ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമൂഹം ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയാണ്. റോമാ സർക്കാരിന്റെ ആ പീഡനത്തിൽ കിടന്ന് ഭയപ്പെട്ട് വേദനിച്ചിരിക്കുന്നവർ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഒരു മറിയുടെ മുമ്പിലേക്ക് രക്ഷകന് വേണ്ടി ദൂതൻ വരുന്നത്. അന്നുണ്ടായിരുന്ന യൗവനക്കാരത്തികളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് എന്നിലൂടെ രക്ഷകൻ വരുമെന്നാണ്. അതാണ് മറിയയ്ക്ക് പെട്ടെന്ന് സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞത്. എന്റെ പ്രിയ ദൈവമക്കളെ, അതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നാം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ്, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ കർത്താവ് വരാറായിരിക്കുന്ന ഈ അന്ത്യസമയം നമ്മുടെ കണ്ണിന് മുമ്പിൽ ദൈവവചനമല്ല അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടുന്ന പ്രവചനങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നിവർത്തിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, കർത്താവ് വരുവാൻ ഒരുങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവസഭയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ആവലാതിയോടെ, വേദനയോടെ, ഭാരത്തോടെ, ആ പ്രസവത്തിന് വേണ്ടി ഒരു പ്രസവവേദന പോലെ ഒരു വലിയ ഒരു ഒരുക്കത്തിന് വേണ്ടി ദൈവ
ദൈവസന്നിധിയിൽ വേദനപ്പെടുന്നവരെയാണ് ദൈവം ഈ ദിവസങ്ങളിൽ നോക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനകളും സന്ദേശങ്ങളും ആത്യന്തികമായി ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനിടയായി തീരട്ടെ. നമ്മൾ മടങ്ങി വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഒന്നാമത്തവൻ ചുമന്നവനായി പുറത്തു വന്നു. അവനെ ഏശാവ് ചുവന്നവൻ എന്ന് പേരിട്ടു. രണ്ടാമത്തവൻ എന്ത് ചെയ്തു? അവന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അപ്പോൾ അവന്റെ കളറ് കണ്ടപ്പോൾ തന്നെ ചുവന്നവെന്നും വിളിച്ചു, കാല് പിടിച്ചിരുന്നവനെ എന്തും വിളിച്ചു? യാക്കോബ്. യാക്കോബ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് അവൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വഞ്ചകൻ, ചതിയൻ എന്നൊക്കെയാണ്. എന്നാൽ യാക്കോബ് എന്നുള്ള പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് കുതികാൽ പിടിക്കുന്നവൻ അല്ലെങ്കിൽ പകരക്കാരൻ. ഇമ്മീഡിയറ്റ് മീനിങ്. ഒന്ന് കുതികാൽ പിടിക്കുന്നവൻ, പകരക്കാരൻ, സപ്ലാന്റർ, എന്നാൽ ചേട്ടന് പകരമായി വന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇതിലൊരു ദൈവിക സന്ദേശമുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ കാണുന്ന പ്രകാരം വിധിക്കുമ്പോൾ, അവർ അതിനനുസരിച്ച് പേരിടുമ്പോൾ, ദൈവം കൊടുത്ത ഒരു പദ്ധതിയുടെ ഭാഗമായി യാക്കോബിനെ ദൈവം ഈ ലോകത്തിലേക്ക് അനുവദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ കാണുന്നവര് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. സ്തോത്രം. നമുക്കറിയാം. പിന്നെ ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഇവിടെ നമുക്ക് കാണുന്നത് ഈ 40 വയസ്സായ രണ്ടുപേർക്കും ആ സമയം കൊണ്ട് അവിടെ അറിയപ്പെടുന്ന ഒരു വില്ലാളി വീരനായി ആര് മാറി? ഏശാവ് മാറി. അവൻ 2 പെൺപിള്ളേരെയും കൊണ്ടുവന്ന് താമസമായി. യാക്കോബ് സാധുശീലനും കൂടാരവാസിയായിരുന്നു. ഇവിടെ നമുക്ക് കാണുന്ന വേറൊരു ഭാഗം അവിടെ പറയുന്നുണ്ട്. ഈ യാക്കോബിനോട് നമ്മൾ ചോദിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് 26-ാം അധ്യായത്തിന് 34-ാം വാക്യത്തില. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദിത്തിനെയും ഹിത്യനായ ഏലാന്റെ മകൾ ബാസ്മത്തിനെയും ഭാര്യമാരെ സ്നേഹിച്ചു. ഇവർ ഇസ്ഹാക്കിന് റിബേക്കായ്ക്കും മനോവ്യസനമുള്ളവരായി. Then let's ask Jacob. യാക്കോബിനോട് നമ്മൾ ചോദിക്കുകയാണ്, യാക്കോബേ, എന്തുകൊണ്ടാണ് നീ സാധുശീലനായി കൂടാരവാസിയായി അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടവനായി നീ വേറിട്ടിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കുക, ഐ ഹാവ് എ കോൾ ഓൺ മീ. എനിക്കൊരു ദൈവിക വിളിയുണ്ട്, എനിക്കൊരു ദൗത്യം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്നിലൂടെ ഒരു പ്രോമിസ്ഡ് വൺ, വാഗ്ദത്തം നിവർത്തിക്കുവാൻ വേണ്ടി വാഗ്ദത്തത്തിന്റെ സന്തതി എന്നിലൂടെ വരുവാനായിട്ടുണ്ട്. എന്നെ ഇവിടെ ജനിപ്പിച്ചതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്റെ ജീവിതം ഇതുപോലെ നശിപ്പിക്കുവാനല്ല, ആ വിളിയിൽ നിൽക്കുവാനുള്ളവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവത്തിലെ, അത് ദൈവം നമ്മളോട് പറയുന്നത്. ഏശാവിന് അവന്റെ വിളി വലിയ ബോധ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ അഭക്തനായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, താഴ്ത്തു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് വേർതിരിവ് കാണിക്കുന്നവരാണെന്നറിയോ? ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഏശാവിന്റെ വേട്ടയിറച്ചിൽ രുചി പിടിച്ചിരുന്നുകൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. യഥാർത്ഥത്തിൽ ദൈവം പദ്ധതി തിരിച്ചറിയുന്ന ഇസഹാക്ക് ആരെയാ സ്നേഹിക്കേണ്ടത്? യാക്കോബിനെയാണ്. ഇവിടെ ഉള്ളൊരു സന്ദേശം, നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളോട് വിവേചനം കാണിക്കും. ഒരു ദൈവത്തിൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ പറയുന്നതനുസരിച്ച് അനുസരിക്കാത്ത കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് അവരെന്തിലേക്ക് വരത്തുള്ളൂ? ഒരു പിതൃസ്നേഹം തിരിച്ചറിഞ്ഞ് അവർ മടങ്ങി വരികയുള്ളൂ. പലപ്പോഴും നമ്മൾ മാനുഷികമായിട്ട് ചെയ്യുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവരുടെ കാര്യമാണ്, അവരോട് പ്രത്യേക കെയറാണ്. ഇങ്ങനെ വിവേചനം മാതാപിതാക്കൾ ആരംഭിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അന്തരം വരികയാണ്, അവർ തമ്മിലുള്ള പ്രതിസന്ധികൾ വരികയാണ്. ഇവിടെ ഏശാവിനോട് ഇദ്ദേഹം ഇസഹാക്ക് കാണിച്ചതുകൊണ്ട് അപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ആ വിവേചനം വന്നു തുടങ്ങി. എന്നാൽ നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്, ഇവർക്ക് ഈ യാക്കോബ് ദൈവിക പദ്ധതിക്ക് വേണ്ടി കാത്തിരുന്നു. അവനോട് കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട്. ദൈവം ഇങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏശാവിനും അതറിയാം. എന്നാൽ ഏശാവ് മൂത്ത മകനാണ്. അവനാണ് അവന്റെ പോർഷന്റെ ഹാഫ് ഓഫ് ദി പോർഷൻസ്, അവന് ആവശ്യമായിരിക്കുന്ന പകുതിയോളം അവനാണ് നിയമപരമായി പുരോഹിതനായി വരേണ്ടത്. സകല അവകാശങ്ങളും അവനിലേക്ക് വരേണ്ടതാണ്. എന്നാൽ
താഴോട്ട് വായിക്കുമ്പോൾ 25-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവനൊരു പായസം വെച്ചു. വെളിമ്പ്രദേശത്ത് വന്നപ്പോൾ വളരെ ക്ഷീണിച്ചിരുന്നു. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് നൽകുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് യേശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എന്തിന് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? യാക്കോബെ, നിനക്ക് ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ നീ നമ്പർ എടുക്കേണ്ട ആവശ്യമില്ല. സമയത്ത് ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവം അത് കരുതും. എന്നാൽ നമ്മൾ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവിക പദ്ധതി ഉള്ളവന്റെ മേൽ, ദൈവത്തിന്റെ വിളിയുള്ളവന്റെ മേൽ സാധാരണയായി തന്നെ കരുതേണ്ടവർ, തന്നെ സ്നേഹിക്കേണ്ടവർ, തന്നെ നിലനിർത്തേണ്ടവർ തന്നെ വിവേചനം കാണിക്കുന്നതായി വരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ നിന്നെ സ്നേഹിക്കേണ്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, നിങ്ങളെ റിജക്ട് ചെയ്യുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ബോധ്യം വരിക, ഇതിനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എനിക്കുണ്ടാകുന്ന റിജക്ഷൻസ്, വേദനകൾ, അത് ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നതിന് മുഖാന്തരമായി തീരണം. ദൈവസന്നിധിയിൽ പോയിരുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് മുഖാന്തരമായി തീരണം. അല്ലാതെ നമ്മുടെ വേദനകളും മുറിവുകളും മറ്റുള്ളവരിലേക്ക് അത് വികാരമായി, വേദനയായി, അവരെ കഷ്ടപ്പെടുത്തുന്നതായി മാറുകയല്ല വേണ്ടത്. ദൈവം നൽകുന്ന അവസരമാക്കി മാറ്റണമെന്നുള്ളത് ഞാൻ ഈ സമയത്ത് ബുദ്ധി ഉപദേശിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് എങ്ങനെയാ പറയുന്നത്? യേശാവിനെ കുറിച്ച് പറയുന്നത് താഴോട്ട് പറയുമ്പോൾ, യാക്കോബ് യേശാവിന് അപ്പവും പയറും കൊണ്ടുള്ള പായസം കൊടുത്തു. അവൻ ഭക്ഷണം പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ദൈവം നമുക്കൊരു സന്ദേശം അത് നൽകുന്നുണ്ട്. നമുക്കറിയാം, അബ്രഹാമിന്റെ ഭവനത്തിൽ തന്നെ 318 അഭ്യാസികൾ ജനിച്ചു വളർന്നവരായിരുന്നു. ഇവിടെ ഒരു 5-6 പേര് പാർക്കുന്ന ഒരു ഭവനമല്ല, ആയിരക്കണക്കിന് വേലക്കാരുള്ള, അബീമേലെക്ക് പോലും ഭയപ്പെടുന്ന തരത്തിൽ വലിയൊരു രാജ്യത്തിന്റെ അധിപനായിരുന്ന ആര്? ഇസഹാക്ക്. അബ്രഹാമും ഇസഹാക്കും. ഇസഹാക്കിന്റെ മകനായിരിക്കുന്ന കൈനെ, യേശാവ് വിശന്നിരിക്കുമ്പോൾ നിനക്ക് വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നിനക്ക് അടുത്തുള്ള കൂടാരത്തിൽ കയറിയെങ്കിലും നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമായിരുന്നു. പക്ഷെ ഈ പായസത്തിന്റെ മണം അടിച്ചപ്പോഴേക്കും കൊതി മൂത്തിട്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ വാഗ്ദത്തം മറന്നുപോയി, അവന്റെ അവകാശങ്ങളെ മറന്നുപോയി. പ്രിയ ദൈവജനമേ, പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ലോകത്തിൻ്റെതായിരിക്കുന്ന ഇമ്പങ്ങൾ, ശാരീരികമായിരിക്കുന്ന ഇച്ഛകൾ, ഇഷ്ടങ്ങൾ, അവസരങ്ങൾ, സാധ്യതകൾ ലഭിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മൂത്തപുത്രൻ എന്നുള്ള പ്രിവിലേജസ് അതിനെ നിഷ്ഫലമാക്കിക്കൊണ്ട്, അതിനെ തിരസ്കരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായി മാറുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എബ്രായ ലേഖനകർത്താവ് 12-ാം അധ്യായത്തിൽ ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും 12:15 മുതൽ വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. എടുത്തു പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്? അഭക്തനോ ദുർനടപ്പുകാരനോ ആയിത്തീരരുത്. ഇവിടെ യേശാവ് അഭക്തനായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പഴയ നിയമ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആളുകളെ ദൈവം യഥാർത്ഥത്തിൽ പുതിയ നിയമ ഭക്തന്മാർക്ക് വേണ്ടി ഒരു പരീക്ഷണ വസ്തുവായി ഉപയോഗിച്ച് നിർത്തിയിരിക്കുന്നതല്ല. നമുക്കറിയാം, ഇയ്യോബ് എന്തിനാണ് കഷ്ടം അനുഭവിച്ചത്? നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ഇന്നുള്ള അനേക ഭക്തന്മാരെ കഴിഞ്ഞ് ശ്രേഷ്ഠനാണ്. എന്നാൽ ഈ കഷ്ടതകളിലൂടെ കടത്തിവിട്ടു. എന്തിനു വേണ്ടിയാണ്? എനിക്കും നിനക്കും വേണ്ടി. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും മധ്യത്തിൽ കടന്നുപോയാലും പ്രിയ ദൈവജനമേ, നീ ഭയപ്പെടണ്ട. ഇയ്യോബിന് വന്നതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സമാപ്തി അതിന് മുമ്പിലുണ്ട് എന്ന് ദൈവം നമുക്ക് സന്ദേശമായി നൽകുകയാണ്. അങ്ങനെ ഓരോരുത്തരും, യോസഫ് കടന്നുപോയ പ്രതിസന്ധി വന്നാൽ നീ ഭയപ്പെടണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്നെ സഹായിക്കും, നിനക്കുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റും. ഇങ്ങനെ ഓരോ ഭക്തന്മാരെയും ദൈവം എക്സാമ്പിളായി പുതിയ സഭയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലിക ജഡീക സുഖങ്ങൾക്കായി നിത്യത നഷ്ടപ്പെടുത്തുന്ന വിശ്വാസികളായി മാറരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് എബ്രായ ലേഖനത്തിൽ തന്നെ 10-ാം അധ്യായം 35 മുതൽ വായിക്കുന്ന, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. പ്രിയ ദൈവത്തിലെ നമുക്ക് ഇന്ന് അനേക എക്സാമ്പിളുകൾ നൽകിയിരിക്കുന്നത്, ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം പിന്മാറാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ വാഗ്ദത്തം ചെയ്യുന്ന വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം നിർത്തുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഉൽപ്പത്തി 26-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ അവനെ അനുഗ്രഹിച്ച് അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അതായത് ഒരു വെൽത്തി ഐസക്, സമ്പന്നനായിരുന്ന ഒരു യാക്കോബിനെ ഇസഹാക്കിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 26-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബീമേലെക്ക് ഇസഹാക്കിനോട് പറയാണ്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോകുക എന്ന് പറഞ്ഞു. അതായത് ഹി വാസ് എ പവർഫുൾ ഐസക്, പവർഫുൾ, ശക്തനായ ഒരു ഇസഹാക്കായി മാറി. അല്ലെങ്കിൽ വളരെ സമ്പന്നനാണ്, ശക്തനാണ്. എങ്കിലും എന്ത് ചെയ്തു? വാഗ്ദത്തം മറന്ന് അവൻ കൊതിയനായി പോയി ഇസഹാക്ക്. ഹല്ലേലൂയ. ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മൾ പാരമ്പര്യമായി വിശ്വസിച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ നാം ദൈവവചനം എന്ന് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. അത് നമ്മുടെ കറക്ഷന് വേണ്ടിയാണ് ദൈവമാക്കിയിരിക്കുന്നത്. ഇസഹാക്ക് യാക്കോബിനെ കരുതേണ്ടതായിരുന്നു, അവനെ അനുഗ്രഹിക്കേണ്ടതായിരുന്നു. അവനാണ് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതെന്ന് അവൻ തിരിച്ചറിഞ്ഞവനാണ്. എന്നാൽ അവൻ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്തു? അവൻ വിളിച്ചു പറയാണ്, കാട്ടിൽ ചെന്ന് എനിക്കുള്ള വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ ഇപ്രകാരം ചിന്തിച്ചാണ്, ഏതായാലും ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു, ഞാനെങ്കിലും ഏശാവിനെ അനുഗ്രഹിച്ചില്ലെങ്കിൽ അവന്റെ കാര്യം കഷ്ടത്തിലാകും എന്ന് ചിന്തിച്ചെന്നാ എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് വിചാരിച്ചു, എന്ത് ചെയ്യാം, ഞാൻ അവനെ അനുഗ്രഹിക്കാൻ പോവുക, നീ കൊണ്ടുവാ. എന്നാൽ യാക്കോബായ നമ്മളുടെ ഓരോരുത്തരെയും മനസ്സിലാക്കേണ്ടത് ദൈവിക വിളി ഉണ്ടെന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിന്നെ അനുഗ്രഹിക്കേണ്ടുന്ന അപ്പൻ, നിന്നെ കരുതേണ്ടുന്ന അപ്പൻ, നിന്നെ കരുതേണ്ടുന്ന പ്രിയപ്പെട്ടവർ, അവർ നിന്റെ എതിരായി പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കുക, ലോകത്തില് ഒരുത്തനും നിന്നെ മറികടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ദൈവത്തിലാണോ അവൻ രക്ഷിക്കപ്പെട്ടവനാണോ, ദൈവത്തിലായി തീർന്നവനാണോ? നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിച്ചിരുന്നതുപോലെ അവൻ സകലത്തിനെയും അവകാശിയാണ്. നിങ്ങളോട് ഒരു പ്രവചക ദൂത് മാത്രം ആവശ്യമില്ല. അല്ലെങ്കിൽ ദൂത് പറഞ്ഞിരിക്കുന്നത് പറയുമ്പോൾ പ്രവചനത്തിലൂടെ കേട്ടതിനെ അല്ല അടിസ്ഥാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ദൈവവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏതൊക്കെ വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം നാം ദൈവത്തിന്റെ അവകാശികളാകിയാൽ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകിയാൽ നമുക്കെല്ലാവർക്കും സ്വായത്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിലൂടെ നമ്മൾ അവകാശങ്ങളെ നേടിയെടുക്കുന്നവരായിരിക്കണം. 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓടിപ്പോകട്ടെ. ഇസ്ഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നീ പിടിച്ചു കൊണ്ടുവാ, നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ ചെയ്യുക. ആട്ടിൻ കൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കുട്ടന്മാരെ പിടിച്ചു കൊണ്ടുവരിക. അപ്പോൾ അവന് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഉപായി എന്ന് തോന്നിയിട്ട് അവൻ എന്റെ മേൽ ശാപത്തിന് കാരണമായി തീരില്ലേ? ഇവിടെ ഒരു കാര്യം, ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം, ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ, യാക്കോബെ നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചാൽ അമ്മയുടെ സപ്പോർട്ടിന്റെ ഒരാവശ്യവുമില്ല. ലോകത്ത് ഒരു മനുഷ്യന്റെ സപ്പോർട്ട് ആവശ്യമില്ല. എന്നാൽ റിബേക്കയ്ക്ക് അറിയാം, ഇവനാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവന്, ഇവന് വേണ്ടി ഞാൻ നിൽക്കണമെന്നാണ് റിബേക്ക വിചാരിച്ചത്. റിബേക്ക എന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ അത് എന്റെ മേലെ വരട്ടെ. എത്രയും സ്നേഹിച്ച യാക്കോബിനെ റിബേക്ക പിന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, യാക്കോബിനും കാണാനൊത്തില്ല. നമുക്കത് അറിയാമല്ലോ. സ്തോത്രം. അമ്മ അവനോട്, മകനെ നിന്റെ ശാപം എന്റെ വരട്ടെ, നീ എന്റെ വാക്ക് മാത്രം കേൾക്കാം, നീ പോയി കൊണ്ടുവരിക. അപ്പോൾ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും യാക്കോബിനെ ആരും തിരിച്ച് ചിന്തിച്ചു നോക്കിയേ, ഇവരാരും അനുഗ്രഹിച്ചില്ല. ഈ ഇസ്ഹാക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇടപെട്ടില്ല. യാക്കോബ് അനുഗ്രഹിക്കപ്പെടുന്നതല്ലേ? യാക്കോബെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതായത് റിബേക്ക ദൈവത്തെ സഹായിച്ചില്ലെങ്കിലും, യാക്കോബിനെ സഹായിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റം വരികയില്ല. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് നിത്യതയ്ക്ക് വേണ്ടി നിയമിച്ചാക്കിയിരിക്കുന്നെങ്കിൽ, ലോകത്ത് ഒരു വ്യക്തിയും നമ്മളെ സഹായിച്ചില്ലെങ്കിലും, ഒരു വ്യക്തിയും നമ്മളെ അനുകൂലമായി നിന്നില്ലെങ്കിലും, എല്ലാവരും എതിരായി നിന്നോട്ടെ, എങ്കിലും ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ തകർത്ത് കളയാൻ ഒക്കുകയില്ല. ദൈവിക പദ്ധതിയിൽ നിന്ന് നിന്നെ മാറ്റുവാൻ ഒക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമോ വിശ്വസ്തനാണ്, അവൻ അവസാനത്തോളം നിവർത്തിപ്പാൻ അവൻ വിശ്വസ്തനാണ്. സ്തോത്രം. അതുകൊണ്ട് അവൻ ദൈവം തന്റെ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ വാഗ്ദത്തത്തിലും അവൻ ഉറച്ചു നിൽക്കുന്നവനാണ്. സ്തോത്രം. റിബേക്ക ശരിക്ക് ധൈര്യം കാണിച്ചത് ദൈവം കൊടുത്ത വാഗ്ദത്തം നിറവേറ്റും എന്നുള്ള ഉറപ്പിലാണ്. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:20 ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവന് ഉവ്വ് എന്നാണ്,
അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം കരേറ്റുമാറ് അവന് ആമേൻ എന്നും തന്നെ. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ കാണുന്ന എല്ലാ വാഗ്ദത്തങ്ങളും, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും യേശുക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശമായിരിക്കുന്ന പദവിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൽ എന്ന് പറയുമ്പോൾ ആമേൻ, കർത്താവായ യേശുവെ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം അത് സ്തോത്രം ചെയ്ത് സ്വീകരിച്ചെടുക്കുമ്പോൾ, യാത്രയിലും എപ്പോഴും നന്ദി കരേറ്റുമ്പോൾ, കർത്താവിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മെ പിന്തുടരുന്നതിനിടയായി തീരും. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞു 8:17 റോമൽ പറയുന്നത്, ഞങ്ങൾ മക്കളെങ്കിലോ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. ദൈവം തന്റെ വചനത്താൽ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചുവെങ്കിൽ എബ്രായലേഖനം 1:3 പറയുന്നത് പോലെ അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും നിയന്ത്രിക്കുന്നവനെങ്കിൽ അതേ വചനത്തിന്റെ അധികാരമുള്ള, അതേ അവകാശമുള്ള ഓരോ ദൈവ പൈതലും അവൻ പറയുന്ന വചനത്തിന് അതേ അധികാരമുണ്ട്. ഹല്ലേലൂയ. നാം കാഷ്വലായി പറയുന്ന കാര്യങ്ങൾക്കും അതേ ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ പോലും നമ്മൾ ഭയത്തോടെ ഉപയോഗിക്കണം. മറ്റുള്ളവരോട് പറയുന്ന, കുഞ്ഞുങ്ങളോട് പറയുന്ന, മറ്റു മുതിർന്നവരോടും ഒക്കെ കാഷ്വലായി സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ശക്തിയുണ്ട്. അതിൽ ദൈവം പ്രവർത്തിക്കുന്നതിനിടയായി തീരും. സ്തോത്രം. ഞാൻ ഓടിച്ചു പറയട്ടെ, 27-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ട്, അതിന്റെ 17-ാം വാക്യത്തിൽ അപ്പൻ ചോദിക്കുകയാണ്, നീ ആർ മകനെ എന്ന് അവൻ ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദിജാതൻ ഏശാവ്. ഇവിടെ ശരിക്ക് യാക്കോബിനെ കൊണ്ട് കള്ളം പറയിച്ചതാരാ? റിബേക്കയാ. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് നമ്മളാണ്. നമ്മൾ കള്ളം പറയും. നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വാക്കുകളല്ല അവർ ദർശിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയാണ് ദർശിക്കുന്നത്. ചിലപ്പോൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഇവിടെ നിന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞേരെ, വിളിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേരെ, നിസ്സാരമായിരിക്കും കാര്യം. പക്ഷെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞെന്ത് ചെയ്യുന്നു? മക്കൾക്ക് ധൈര്യം കൊടുക്കുന്നു. ഇന്ന് പലരും ഗുണ്ടാപ്പണിക്കും ഒക്കെ പല തകർന്ന കുടുംബങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളൊക്കെ പോകാൻ കാരണം എന്താ? അവരെ പാരന്റ്സ് പലപ്പോഴും അതിന് സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ട്, അവരെ കറക്റ്റ് ചെയ്യാൻ നിൽക്കാത്തതുകൊണ്ട്, അവരെ സാഹചര്യം അതിനെ അനുവദിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ ഇവിടെ ഈ റിബേക്ക അവനോട് എന്ത് ചെയ്തു? അവനെ കള്ളം പറയാനായിട്ട് ഇടയാക്കി തീർത്തു. എത്ര വേദനയോടുകൂടിയായിരിക്കും അവനത് പറഞ്ഞിട്ടുണ്ടാകുക. എന്നാൽ ഇവിടെ പറയുന്നത്, നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയാ ചോദിച്ചാൽ, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു. അവൻ അവിടെ വീണ്ടും കള്ളം ആവർത്തിക്കുന്നതിനിടയായി തീർന്നു. സ്വത്രം. നിസാരമെന്ന് തോന്നരുത്. നമ്മൾ പറയുന്ന നിസാര വാക്കുകൾ പോലും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. തലമുറകളുടെ സ്വഭാവം മാറ്റപ്പെടുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിന് പ്രസാദമില്ലാത്ത യാതൊന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. കൊലോഷ്യൻസ് 1:26 പറയുന്നത്, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ മീ. നിങ്ങളിലെ, നമ്മളുടെ ഉള്ളിൽ കർത്താവ് വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും, നമ്മൾ ആരെക്കുറിച്ച് പദ്ധതി ഇടുന്നതും, നമ്മളെ ഒറ്റയ്ക്കിരുന്നുള്ള നമ്മുടെ വികാരങ്ങൾ പോലും ആദ്യം ഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് ഹിതമില്ലാത്ത, ദൈവവചനത്തിന് നിരക്കാത്ത എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനായി തീരും. നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കുന്നതിനിടയായി തീരും. നമുക്ക് 27-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒന്ന് വായിച്ചാട്ടെ. 27-22. യാക്കോബ് തന്റെ അപ്പനായ ഇസ്ഹാക്കിനോട് അടുത്ത് ചെന്ന് അവൻ അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിന്റെ ശബ്ദം, കൈകൾ ഏശാവിന്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ യാക്കോബ് ഏശാവിന് സംശയം തോന്നി. ഇസ്ഹാക്കിന് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാകണം. പക്ഷെ അപ്പോഴും അവന് തിരിച്ചറിയാനായിട്ട് ഒക്കുന്നില്ല. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അദ്ദേഹം അല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഈ പ്ലാനെ കുറിച്ച് തിരിച്ചറിയുന്നെങ്കിൽ ചെറിയ ശബ്ദങ്ങൾ പോലും ദൈവം നമുക്ക് ബോധ്യമായിട്ട് വരും. അതായത് നമുക്ക് പറയാനൊക്കുന്ന ഇസ്ഹാക്കിനോടുള്ള ഇവിടെ നിന്നുള്ള ഒരു ആലോചന, ഇസ്ഹാക്കേ, നിനക്ക് ദൈവത്തിന്റെ പദ്ധതിയെ തുരങ്കം വെക്കുവാൻ കഴിയുകയില്ല. ആമേൻ. നീ ദൈവത്തെ കളിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ അനുസരിക്കേണ്ടവർ പോലും എന്ത് ചെയ്യും? നിന്നെ കളിപ്പിക്കും. ഓർക്കുക, നാം ദൈവത്തിന് മുമ്പിൽ പരമാർത്ഥതയുള്ളവരായി തീരുക. ഇസ്ഹാക്കിനെ അനുസരിക്കേണ്ടവർ പോലും അവനെ കളിപ്പിച്ചായിട്ട് കാണുന്നുണ്ട്. എന്നാൽ താഴോട്ട് നമ്മൾ 28:31 വായിക്കുമ്പോൾ, അപ്പോൾ ഇസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടങ്ങി. എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ വന്നവനാർ? നീ വരും മുമ്പേ ഞാൻ സകലവും അവന് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കിയതാരാ? ഇസ്ഹാക്കാ പ്രശ്നം ഉണ്ടാക്കിയത്, ദൈവത്താൽ ഉണ്ടായതല്ല. നമ്മുടെ ചില തീരുമാനങ്ങളും നമ്മൾ വളരെ ഭയത്തോടെ പ്രാർത്ഥനയോടുകൂടി എടുക്കുന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. സ്തോത്രം. അതേസമയം തന്നെ അവിടെ പറയുന്നതുകൊണ്ട്, മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ശാപം വലിച്ചു കയറ്റരുത്.
യഹോവയിൽ കണ്ടീഷണൽ ബ്ലെസ്സിങ് ആണ്. നമ്മൾ എഫീഷ്യൻ 6 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറയുന്നത് വ്യവസ്ഥയോടുകൂടി ആദ്യ കൽപ്പനയാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ. നമ്മൾ അവരെ, പ്രത്യേകിച്ച് അവരെ പ്രായമായിരിക്കുന്ന സമയത്ത് അവരെ കരുതുന്നവരായി തീരണം, അവരെ ബഹുമാനിക്കുന്നവരായി തീരണം. ഓർക്കേണ്ടത്, ഒരു കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളായി ജനിച്ചു വളർന്നതാണ്, നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷിച്ചു വന്നതാണ്. അതുപോലെ പ്രായമാകുമ്പോഴും ആ കുഞ്ഞുങ്ങളെ പോലെ തിരിവില്ലാത്ത, വിവേകമില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരസഹായം ആവശ്യമാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മക്കൾ ഓർക്കേണ്ടത്, അന്ന് എന്നെ കൊന്നുകളഞ്ഞിരുന്നെങ്കിൽ, അന്ന് എന്നെ പഠിപ്പിക്കാതിരുന്നെങ്കിൽ, അന്ന് എന്നെ നശിപ്പിച്ച് കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കരുതിയ മാതാപിതാക്കൾ, എന്നെ സ്നേഹിച്ച മാതാപിതാക്കൾ, അവർ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അവരെ ഞാൻ അങ്ങനെ കരുതേണ്ടതാണ്. അത് നമ്മുടെ തലമുറകൾക്കും കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടുകൊണ്ടാണ് വരുന്നത്. ഇവിടെ പറയുന്നു, അവൻ ഉടനെ യാക്കോബ് ഇങ്ങനെ, യേശാവ് പറയാണ് 27:36, ശരി, യാക്കോബ് എന്നല്ലോ അവന്റെ പേർ, 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു, അവൻ എന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു, ഇപ്പോൾ ഇതാ എന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. താഴ്ത്തു വായിക്കുമ്പോൾ, നിനക്കൊരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. ഈ പൊട്ടിക്കരച്ചിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹതാപം തോന്നും, ആളുകളുടെ കരച്ചിലെ കാണുമ്പോൾ. പക്ഷെ ദൈവത്തിന് ആ കരച്ചിൽ സഹതാപമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് പ്രധാനം. ഹല്ലേലൂയ. ദൈവസേന കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് നമ്മൾ അബദ്ധങ്ങൾ ചെയ്ത് കരയുന്നതിലല്ല കാര്യം, ദൈവിക വാഗ്ദത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് പ്രധാനം. സ്തോത്രം. നാം വരുവാനുള്ള പ്രത്യാശ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കൽ നമുക്ക് പൊട്ടിക്കരയേണ്ടതായിട്ട് വരും. പത്രോസിന്റെ 1 ലേഖനത്തിൽ 1:13 ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. അടുത്ത് പറയാണ്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധരായകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് അടുത്ത വാക്യം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ, ഞാനിവിടെ ഒരു കറക്ഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം പിതാവ് പുത്രനുമുള്ള ബന്ധമാണ്, പിതാവും മകനും മകളുമായിട്ടുള്ള ബന്ധമാണ്. പലപ്പോഴും നമ്മൾ അതിന് പകരം പറയാറുണ്ട്, എന്താ പറയാ, തമ്പുരാൻ എന്ന് വിളിക്കാറുണ്ട്. തമ്പുരാൻ. ഞാൻ ഈ സമയങ്ങളിലൊക്കെ കുറെ വർഷങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, തമ്പുരാൻ എന്നാണ് എല്ലാ വിശ്വാസികളും പാസ്റ്റർമാർ പറയും. തമ്പുരാന്റെ കാരണമുണ്ട്, തമ്പുരാൻ സഹായിച്ചുകൊണ്ട്. തമ്പുരാൻ എന്ന് പറയുമ്പം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്, രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധമാണ്. തമ്പുരാന്റെ അമ്മേ എന്ന് വിളിച്ച കാത്തലിക് വിശ്വാസത്തിന്റെ ഒരു പാരമ്പര്യം പേർന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, തമ്പുരാൻ എന്ന് പറയുന്നത്. ഇന്ന് എന്റെ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കുക, തമ്പുരാൻ വിളി നമ്മൾ മാറ്റണം. ഇവിടെ പറയാണ്, നിങ്ങളുടെ പിതാവാണ്. ഹല്ലേലൂയ. ദൈവം എന്റെ അപ്പനാണ്, എന്നെ സൃഷ്ടിച്ചവനാണ്, എന്നെ അറിയുന്നവനാണ്. അവൻ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രതിഫലം തരുന്നവനാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരായി ആ ഭൗതിക തലത്തിലല്ല കാണേണ്ടത്, ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി 27 വരുമ്പോൾ 39 പിന്നെ തന്റെ അപ്പനായ ഇസഹാക്ക് അവൻ ഉത്തരമായിട്ട് അവനോട് ശാപത്തിന്റെ വാക്കുകളാണ് പറയുന്നത്, അനുഗ്രഹമല്ല ശാപമാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഏശാവിനെ ഇസഹാക്ക് അനുഗ്രഹിച്ചായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, അനുഗ്രഹിക്കാതെ വിട്ടിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി മാറ്റരുത്. ഇന്ന് നമുക്കറിയാം, ഉണ്ടാകുന്ന ലോക പുരാതനമായിരിക്കുന്ന വൈര്യം, അന്നത്തെ വൈര്യമാണ് ഇന്നും ഇസ്രയേലും മറ്റ് സമീപ രാജ്യങ്ങളും തമ്മിൽ ഇന്നും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. നിസ്സാരമെന്ന് കാണുന്ന കാര്യങ്ങൾ മനുഷ്യവർഗത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് പോകുന്നതിനിടയായി തീർന്നു. പിന്നെ നമുക്ക് ഞാൻ ഓടിച്ചു വിടട്ടെ, സമയം ഓടിപ്പോവുകയാണല്ലോ. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. ഏശാവ് ഉള്ളിൽ പറയാണ്, നീ അപ്പൻ മരിക്കുന്ന സമയം വരും, അന്ന് ഞാൻ എന്ത് ചെയ്യും, അവനെ തട്ടിക്കളയും. അവന്റെ ഉള്ളിൽ പറഞ്ഞ കാര്യം ആർക്ക് മനസ്സിലായി? റെബേക്കയ്ക്ക് മനസ്സിലായി. ഒരു പ്രാർത്ഥിക്കുന്ന മാതാവുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ മക്കൾക്കെതിരെ ഉള്ള പദ്ധതികളെ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. നമുക്ക് കൃത്യമായി അതിന്മേൽ ദൈവം നിയോഗങ്ങളെ നൽകും. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവം സഹായിക്കും. ഇവിടെ റിബേക്ക പറയുകയാണ്, പെട്ടെന്ന് തന്നെ അവനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ സഹായിപ്പാൻ വിശ്വസ്തനാണ്.
ഞാൻ പിന്നെയും ഈ ദർശനമുള്ളവന്, അല്ലെങ്കിൽ ഇസഹാക്കിന് വ്യക്തമായ ദർശനം ഉണ്ടെങ്കിൽ ഭാവി അറിയാം. അതുപോലെ ഏശാവിന് എന്തില്ല? അവന്റെ ഭാവിയെക്കുറിച്ച് ദർശനമില്ല, അവനെക്കുറിച്ച് കൃത്യമില്ല. പക്ഷെ ദൈവം ഇതിനെ സംബന്ധിച്ച് അവനൊരു ദർശനം നൽകിയിട്ടുണ്ട്, അവർക്കൊരു നിത്യത നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള മണ്ണാങ്കട്ടയല്ല നമ്മുടെ പ്രധാനം എന്ന് പറയുന്നത്, നമുക്ക് നിത്യമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് കരുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാനുഷികമായി നോക്കുമ്പോൾ വൈരാഗ്യങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ വരുമ്പോൾ മാനുഷിക തലത്തിൽ ഇടപെടുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മനസ്സിലാക്കുക, ഇവിടെ വീണ്ടും ആ സന്ദേശം പറയട്ടെ, യാക്കോബിനെ അനുഗ്രഹിപ്പാൻ ദൈവം തീരുമാനിച്ചാൽ അവരുടെ അപ്പനായാലും അതിന് മാറ്റം വരുത്താൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പൂർത്തീകരിപ്പാൻ അവൻ വിശ്വസ്തനാണ്. പിന്നെ നമുക്ക് കാണുന്നത് 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിന് ഒരു ദൗത്യവുമായിട്ട് ഹാരാനിലേക്ക് പറഞ്ഞു വിടുക. 27:46 ഉടനെ ഇസഹാക്കിനോട് പറയുകയാണ്, റിബേക്ക, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് യാക്കോബ് ഇവിടെ നിന്നാൽ ആരെങ്കിലും വിവാഹം കഴിക്കും, അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞു വിടാം എന്റെ സഹോദരന്റെ അടുത്തേക്ക്. തന്ത്രപരമായി അവനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയാണ്. ഒരു വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. ഉൽപ്പത്തി പുസ്തകം 28-ന്റെ 1 വാക്യം ഒന്ന് വായിച്ചു. 28-ന്റെ 1. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പുറപ്പെട്ട് പത്തനാരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥൂവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യ എടുക്കുക. മതി. ഇവിടെ യാക്കോബിനെ വിളിച്ച് ഇസഹാക്കും റബേക്കയും കൂടെ ഒരു മിഷൻ, ഒരു ദൗത്യം നൽകി പറഞ്ഞയക്കുകയാണ്. ദൈവം യാക്കോബിനെ ജനിക്കുവാൻ അനുവദിച്ചത്, യാക്കോബിനെ തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഇസഹാക്കും റബേക്കയും കൂടെ തനിക്കൊരു ദൗത്യം കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. എന്താണ്? ഈ ഏശാവ് ചെയ്തതുപോലെ ഇവിടെയുള്ള ഹിത്യ സ്ത്രീകളെയോ മറ്റ് ജാതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാതെ നീ എന്ത് ചെയ്യണം? നിന്നെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവനാണ്, നിന്നിലൂടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ വരുവാൻ ഉള്ളതാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്നെ തന്നെ സൂക്ഷിച്ച് ഒരു പദ്ധതിക്ക് വേണ്ടി എന്റെ സഹോദരന്റെ അടുത്ത് ചെന്ന് സഹോദരന്റെ മകളിൽ ഒരാളെ വിവാഹം കഴിക്കണം. സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ ഓർപ്പിപ്പിക്കുകയാണ്. യാക്കോബ് ഈ സമയത്ത് വലിയ ഭാരത്തോടുകൂടി ഓടുകയാണ്. അപ്പം ഈ ഭൗതിക തലത്തിലുള്ള കാഴ്ചപ്പാടിനെ മാറ്റിക്കൊണ്ട് ആത്മീയ തലത്തിൽ ദൈവം നമ്മളെ കാണുന്ന, നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശ്യത്തെ തിരിച്ചറിയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് കൂടുതൽ അർത്ഥപൂർണമാകുകയും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഇവിടെ ബേർഷേബയിൽ നിന്ന് ഹാരാനിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് യാക്കോബ് യാത്ര ആരംഭിച്ചു. ഓർക്കുക, ഇവിടെ രാജകൊട്ടാരത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു രാജകുമാരനായി ജീവിച്ച, അപ്പന്റെയും അമ്മയുടെയും ലാളനെ അനുഭവിച്ച് ജീവിച്ച, ലോകത്തിന്റെ എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാതെ ഇതിലേക്ക് ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന യാക്കോബ് സകലതും നഷ്ടപ്പെട്ടവനായി അവൻ ഓടുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അവന്റെ സകല വാഗ്ദത്തങ്ങളും നഷ്ടപ്പെട്ടു. അമ്മയെ സ്നേഹിക്കുന്ന അമ്മയും അപ്പനെയും വിട്ടുകൊണ്ട് അവൻ ഓടുകയാണ്. എവിടേക്കാണ്? ഹാരാനിലേക്ക്. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി, അവൻ സ്വപ്നം കണ്ടു. പിന്നെ കാണുന്നത് രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്തു. പിറ്റേന്ന് അവിടെ ചെന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ഹാരാനിൽ, ബേർഷേബയിൽ നിന്ന് ഹാരാനിലേക്ക് 700 മുതൽ 800 വരെ കിലോമീറ്ററുകളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ NTR വിട്ട് ഇപ്പൊ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 400 ചില്ലറ കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തം യാത്ര ചെയ്യണമെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വഴി സൗകര്യമൊന്നും ഇല്ലാത്ത യാത്ര ചെയ്യണമെങ്കിൽ എന്ത് പ്രതികൂലങ്ങൾ മുമ്പിലുണ്ട്. ഭയമാണ്. മരണം എപ്പോഴും സംഭവിക്കാം. മൃഗങ്ങൾ എപ്പോഴും ഇപ്പോഴും അഭിമുഖീകരിക്കപ്പെടാം. കള്ളന്മാരുണ്ടാകാം. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ഓടുന്ന യാക്കോബിനെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ. അവന്റെ ചിന്ത ഒന്ന്, വികാരം ഒന്ന് ഓർത്തു നോക്കിയേ. എന്റെ സഹോദരനായിരിക്കുന്ന ഏശാവ് വലിയ വില്ലാളിയായി, അവൻ ലോകത്ത് അറിയപ്പെടുന്നവനാണ്, അവൻ വിവാഹം കഴിഞ്ഞു, അവനെ എല്ലാവരാലും മാനിക്കപ്പെടുന്നവനാണ്. എന്നാൽ ഞാൻ വാഗ്ദത്തം എന്തുകൊണ്ടാണ്? ഇസഹാക്ക് യാക്കോബാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവനിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ വരേണ്ടതെന്നുള്ള ബാധ്യത തിരിഞ്ഞുകൊണ്ട് എന്റെ അപ്പനും അമ്മയും പറഞ്ഞതനുസരിച്ച് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ച് ഒരു വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി എന്റെ വിശ്വാസത്താൽ നിലനിന്നു. എന്നാൽ ഇപ്പോൾ സകലം നഷ്ടപ്പെട്ടവനായി ഞാൻ ഭയത്തോടുകൂടി ഏകനായി ഓടുകയാണ്. ദൈവം യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പില്ലേ? യാക്കോബിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളൊന്ന് ഓർത്തു നോക്ക. പ്രിയ ദൈവത്തിലെ അവൻ പ്രാർത്ഥിച്ചതോ ഉപവസിച്ചതോ ഒന്നും നമ്മൾ കാണുന്നില്ല.
എന്നാൽ അവന്റെ ചിന്തകളുടെ ഭാരങ്ങളുടെ വേദനയെ കണ്ടുകൊണ്ട് ദൈവം രാത്രിയിൽ അവനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. അതിലൂടെ ദൈവം നൽകുന്ന ഒരു സന്ദേശം, ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥനയുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നിന്റെ ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, അല്ലെങ്കിൽ നിനക്ക് സാധ്യതകൾ നിന്റെ വില കൊടുക്കുന്നതിലോ ഉപവസിക്കുന്നതിലോ അതിനുവേണ്ടി വളരെ ഇടന്ന് പോരാടുന്നതിലല്ല കാര്യം. അതിലില്ല എന്നല്ല, നിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ പോലും അറിയുന്ന കർത്താവ്, നീ ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിലും വേദന അറിയുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഇന്ന് രാത്രിയിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കാണുമ്പോൾ അവിടെ നിന്ന് അവന്റെ അപ്പന്റെ വാഗ്ദത്തത്തെ അല്ലെങ്കിൽ കൽപ്പനയെ അനുസരിച്ചുകൊണ്ട്, ദൈവം നൽകിയ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ഓടിപ്പോവുകയാണ്. അവിടെ നിന്ന് ദൈവം വന്ന് അവനോട് പറയുകയാണ്, എന്താണ് സ്വപ്നത്തിൽ പറയാണ്, അതിന്മേലെ യഹോവ നിന്നുകൊണ്ട് പറയുകയാണ്, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ കൈവിടാ നിന്നോട് കൂടെ അരുളി ചെയ്തത് നിവർത്തിക്കും. ഹല്ലേലൂയ. അതുവരെ യാക്കോബിനോട് പറഞ്ഞൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ അവന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ മറുപടി ലഭിക്കേണ്ട സമയത്ത് ദൈവം മറുപടിയായി കടന്നു വന്നു. പ്രിയ ദൈവത്തിലെ, എപ്പോഴും ദൈവം നമ്മളോട് ചിലപ്പോൾ ഇടപെടുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടോ ദൈവത്തിന്റെ കരുതലില്ലാഞ്ഞിട്ടോ അല്ല. എന്നാൽ ദൈവത്തിന്റെ ഒരു ആശ്വാസം നിനക്ക് ആവശ്യമായി വരുമ്പോൾ, ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമാണെന്ന് അവന് ബോധ്യമാകുന്ന സമയത്ത് നിശ്ചയമായും അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, യാക്കോബ് ഉടനെ പറയട്ടെ, അവൻ ഭയപ്പെട്ടു. ഓ ദൈവം, ഇവിടെ യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ആ യാക്കോബിന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ആലയം എന്നൊരു വാശിയം ആദ്യമായിട്ട് യാക്കോബാണ് പറയുന്നത്. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു, ദൈവം വസിക്കുന്ന ഭവനം. ഹല്ലേലൂയ. അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട്, ഇത് ദൈവത്തിന്റെ ഭവനമായി മാറും. അതുപോലെ തന്നെ പറയുന്നു, ദശാംശം എന്ന സങ്കല്പം യാക്കോബ് അബ്രഹാം കൊടുത്തു, ഇസ്ഹാക്ക് കൊടുത്തു നമ്മൾ കാണുന്നില്ല. എന്നാൽ യാക്കോബ് പിന്നെ അത് പുനഃസ്ഥാപിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും, സകലത്തിലും ദശാംശം കൊടുക്കും. ഇവിടുന്ന് യാക്കോബ് ഒരു തീരുമാനം എടുക്കുകയാണ്, നീ എന്നോട് കൂടി ഇരുന്ന് എനിക്ക് സിമ്പിൾ കാര്യം, എനിക്ക് ധരിപ്പാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും നൽകി എന്നെ ക്ഷേമത്തോടുകൂടി മടക്കി വന്നാൽ നീ എന്റെ ദൈവമായിരിക്കും. മാത്രമല്ല, ഈ സ്ഥലം ദിസ് വിൽ ബി ദി ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭവനമായി തീരുമെന്ന് മാത്രമല്ല, ഞാൻ നിനക്ക് സകലത്തിലും ദശാംശം തരും. യാക്കോബ് ഒരു സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്. ദൈവം ഇതിലെ നമ്മൾക്ക് തിന്നാനും ഉണ്ണാനും ഉടുപ്പാനും ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ അതിനുവേണ്ടി മാത്രം ആശ്രയിക്കുകയും ശ്രമിക്കുകയും ചെയ്താൽ, യാക്കോബ് ഒരു വടിയോടുകൂടി കടന്നുപോയവൻ, തനിക്ക് വസ്ത്രവും ഭക്ഷണവും മാത്രമാണ് ആവശ്യപ്പെട്ടതെങ്കിൽ അവൻ വലിയൊരു സൈന്യാധിപനായി ഒരു രാജ്യത്തിന്റെ അവകാശിയായതുപോലെ ചുരുങ്ങിയ വർഷം കൊണ്ട് മടങ്ങി വരികയാണ്. നിനക്ക് വേണ്ടിയതൊക്കെ ഉള്ള ദൈവം കരുതിയിട്ടുണ്ട്. അതതിന്റെ സമയത്ത് അത് വെളിപ്പെടും. നീ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. മക്കളെ കുറിച്ചാകട്ടെ, വിവാഹത്തെ കുറിച്ചാകട്ടെ, ജോലിയെ കുറിച്ചാകട്ടെ, ഭവനങ്ങളെ കുറിച്ചാകട്ടെ, വാഹനങ്ങളെ കുറിച്ചാകട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ആവശ്യമായിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. മുന്നമേ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഇതൊക്കെയും അതതിന്റെ സമയത്ത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഓടിച്ചു പോട്ടെ, എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിൽക്കാം. ചില മിനിറ്റുകൾ മാത്രമേ ഇനി മുമ്പിലുള്ളതെന്ന് എനിക്കറിയാം. എന്നാൽ നമുക്ക് താഴോട്ട് വരുമ്പോൾ, ഉൽപ്പത്തി 29 അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ വന്ന് അവൻ യാക്കോബ് റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. മാസങ്ങൾ നീണ്ട യാത്ര, 800 കിലോമീറ്റർ പോകുവാൻ എത്ര വേണം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്ന് നമ്മൾ റോഡിൽ കൂടെ നടന്നാൽ, ഈ ടാറിട്ട റോഡിൽ കൂടെ നടന്നാൽ എത്ര നാളെടുക്കും? അപ്പോൾ ഈ കാട്ടിലൂടെ വഴിയില്ലാത്ത കല്ലും മുള്ളും നിറഞ്ഞ, മൃഗങ്ങളുള്ള, സഞ്ചരിക്കുന്ന, ഭാരങ്ങൾ നിറഞ്ഞ സ്ഥലത്തൂടെ എങ്ങനെയാണ് അവൻ പോയിട്ടുള്ളത്? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആ ലൂസിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സൈന്യമായിരിക്കുന്ന ദൂതന്മാർ അവനോട് കൂടെ നിന്നുകൊണ്ട്, അവന് മുമ്പേ യാത്ര ചെയ്തുകൊണ്ട് അവന്റെ പ്രതികൂലങ്ങളെ മാറ്റി, അവന്റെ പ്രതിസന്ധികളെ മാറ്റി, ശത്രുക്കളെ മാറ്റി, ദൂതൻ ഒരു സൈന്യമായിട്ടാണ് അപ്പോൾ മുതൽ യാക്കോബിനോടുകൂടി അവന്റെ ഭയം എടുത്തു മാറ്റി യാത്ര ചെയ്യുന്നത്. പ്രിയ ദൈവത്തിലെ, ഓർക്കുക, നീ ക്രിസ്തുവുമായി ഒരു യാത്ര ആരംഭിക്കുമ്പോൾ ഭാരപ്പെടേണ്ട. നിന്നോടുകൂടെ ദൈവത്തിന്റെ ഒരു സൈന്യം കൂടെയുണ്ട്, ദൂതന്മാരുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അത് ദൃശ്യമായല്ലെങ്കിലും നിനക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് ആരും കരുതുന്നില്ലേ, അല്ലെങ്കിൽ ദൈവം എന്നെ കാണുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹി ഈസ് ഇൻ യു, ഹി നോസ് എവറിഥിങ്. ആമേൻ. എല്ലാം അറിയുന്നുണ്ട്. 29 അധ്യായത്തിന്റെ 14 പറയുന്ന, അവന് 1 മാസക്കാലം അവന്റെ അടുക്കൽ പാർത്തു.
പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എന്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്ക് എന്ത് പ്രതിഫലം തരണം? 1 മാസം പാർത്തപ്പോഴേക്കും ലാബാന് മനസ്സിലായി ഇവനെ ദൈവം അനുഗ്രഹിച്ചവനാ. ഒരു ദൈവത്തിൽ ഒരുവന്റെ അടുത്ത് നിന്നാൽ നമ്മൾ നിൽക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. നമുക്കറിയാം, പലകം മിഷണറിമാർ പോയി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് പല സ്ഥലങ്ങളിലും വെളിച്ചവും റോഡും എല്ലാം വന്ന് വിശാലത വരുത്തിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഇന്ത്യയുടെ പല ഭാഗങ്ങളും, നമ്മൾ പാർക്കുന്ന പല സ്ഥലങ്ങളിലും. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ നിന്നപ്പോൾ തന്നെ അവന് മനസ്സിലായി. നമുക്കറിയാം, ഞാൻ ഓടിച്ചു പോട്ടെ, അവിടുന്ന് അവൻ പറഞ്ഞു, എന്നെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലേയെ കഴിഞ്ഞ് സുന്ദരി റാഹേൽ എന്ന് മനസ്സിലായി. അതുകൊണ്ട് റാഹേലിനെ യാക്കോബ് ഇഷ്ടപ്പെട്ടു. അവളെ എനിക്ക് തന്നേരെ. അപ്പോൾ പറഞ്ഞു, 7 വർഷം സേവിക്ക്, പ്രതിഫലമായിട്ട് ഞാൻ അവളെ തരാം. എന്നാൽ 7 വർഷം കഴിഞ്ഞപ്പോൾ ആരെ കൊണ്ടു കൊടുത്തു? ലേയെ കൊണ്ടു കൊടുത്തു. അത് 29-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ, നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ടു. ഞാൻ ഓടിച്ചു പറയട്ടെ, ഇവര് ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യവനക്കാർ ഒരുമിച്ച് ആടിനെയും മൃഗങ്ങളെയും നോക്കുന്നവരാ. തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി നൽകപ്പെട്ട ബിട്രോത്ഡ് ആയിരിക്കുന്ന റേച്ചലും ഉണ്ട് കൂടെ. പക്ഷേ ലേയെ കൊണ്ടു കൊടുത്തിട്ട് നേരം വെളുത്തപ്പോൾ ആള് മാറിയെന്ന് മനസ്സിലായത്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യാക്കോബ് വിശുദ്ധനായിരുന്നു. ഹല്ലേലൂയ. താൻ തന്റെ വിളിയെ സൂക്ഷിച്ചു. ദൈവം എന്നെ അയച്ചിരിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു കോളങ്ങിയുണ്ട്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ബിട്രോത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞ് അവർ ഒരാഴ്ച ചുമ്മാ ഒരുമിച്ച് വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 4000 വർഷം മുമ്പ് വിശുദ്ധനായിരിക്കുന്ന യാക്കോബ് തന്റെ വിളിയെ തിരിച്ചറിഞ്ഞു. ദൈവത്തിലെ നിന്നെ കുറിച്ചുള്ള വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനിടയ്ക്ക് വരുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നിന്റെ ദൗത്യത്തെ, നിന്റെ ദൈവിക പദ്ധതിയെ തകർത്ത് കളയാനുള്ളതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവിക പദ്ധതിയിൽ നിലനിന്നാൽ അതിന്റെ എൻഡ് റിസൾട്ട് അതിശ്രേഷ്ഠമായിരിക്കും. ഹല്ലേലൂയ. അടുത്തത് പറയട്ടെ, ലേയ ചിന്തിക്കാറുണ്ട്, ലേയ യാക്കോബ് ഇഷ്ടപ്പെട്ടില്ല. ലേയ എന്ത് ചെയ്തു? അവനെ കളിപ്പിക്കുന്നതിന്റെ പദ്ധതിയുടെ ഭാഗമായി മാറി ലേയ. ലേയ്ക്ക് എതിർക്കാൻ പറ്റത്തില്ല, അപ്പം കൊണ്ടുവിട്ടാൽ അനുസരിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരാളെ മാനുഷികമായിട്ട് എങ്ങനെ സ്നേഹിക്കുവാനായിട്ട് ഒക്കും? പക്ഷെ ദൈവത്തിന്റെ ഒരു പദ്ധതി അവിടെ കാണാം. ലേയ അനിഷ്ട എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവം ആളുടെ ഗർഭം തുറന്നു. പ്രിയ ദൈവത്തിലെ ഓർക്ക്, ആര് നിന്നെ റിജക്ട് ചെയ്യുന്നതോ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് ദ റിജക്റ്റഡ് വൺ. ഹല്ലേലൂയ. ലേയോടുകൂടെ ദൈവം കൂടെ ഇരുന്നു. നിന്നെ ഭവനത്തിൽ നിന്നോ ദേശത്തിൽ നിന്നോ സഭയിൽ നിന്നോ ആരെങ്കിലും നിന്നെ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നീ ഭാരപ്പെടേണ്ട. ദൈവം നിന്നോട് കൂടെ ഇരിക്കുവാനുള്ള ദൈവത്തിന്റെ വാതിലാണ് തിരസ്കരണം എന്നുള്ളത്. നമ്മളെല്ലാം മുറിവേറ്റവരാണ്, പലതരത്തിൽ തിരസ്കരിക്കപ്പെടുന്നവരാണ്. എന്നാൽ ഓർക്കുക, അത് എല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിന് വേണ്ടിയുള്ള വാതായനങ്ങളായി ദൈവിക പദ്ധതിക്കുള്ളതായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഹല്ലേലൂയ. തിരസ്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുവാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ യാക്കോബിനെ കുറിച്ച് വായിക്കുന്ന റാഹേൽ സഹോദരിയോട് അസൂയുണ്ടായി യാക്കോബ്. എന്നിട്ട് യാക്കോബിനോട്, എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അപ്പോൾ യാക്കോബിനോട് റാഹേലിനോട് ദേഷ്യം വന്നു, കോപം ജ്വലിച്ചു. അതായത് ഗോഡ് ഫിയറിങ് ജേക്കബ്. യാക്കോബിന് ദൈവത്തെ ഭയമായിരുന്നു. ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് തന്നെ നിർത്തിയപ്പോൾ അവൻ റാഹേലിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ താഴോട്ട് പിന്നെ പറയുമ്പോഴുണ്ട്, യോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറയുകയാണ്, ഞാൻ ഇനി എന്റെ ഭവനത്തിലേക്ക് കടന്നു പോട്ടെ. അവിടെ നിങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ദൂതൻ അവന് പ്ലാൻ കൊടുത്തു. ദൂതൻ പറഞ്ഞ അനുസരിച്ചാണ് യാക്കോബ് പോകുവാനായിട്ട് പദ്ധതി ഇടുന്നത്. അവിടെ പറഞ്ഞുകൊണ്ട്, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നു, ഇപ്പോൾ നീ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു, ഞാൻ കാൽ വെച്ചെടുത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ ഇവിടുന്ന് അതുപോലെ തന്നെ ലാബാൻ പറഞ്ഞ പദ്ധതി അനുസരിച്ച് ലാബാന്റെ മക്കൾ പറയുന്നുണ്ട്, നീ നിമിത്തം സമ്പാദിച്ചു. ലാബാന്റെ മക്കൾ പുത്രന്മാർ പറയുകയാണ്, യാക്കോബ് ലാബാന്റെ സമ്പത്ത് എല്ലാം അടിച്ചു മാറ്റി. നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, റാഹേൽ യാക്കോബ് ലാബാനുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, യാക്കോബ് പറയുകയാണ്, പുള്ളിയും മറുകുമുള്ളതൊക്കെ എനിക്ക് തന്നേരെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആട്ടും കൂറ്റത്തിൽ എല്ലാം ഒറ്റ കളറുള്ളതാ, വെള്ള കളറുള്ളതാ. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള എല്ലാം വെള്ളയാണ്. അതിനിടയ്ക്ക് പുള്ളിയും മറുകുള്ളതൊക്കെ 100-ൽ 1-ഓ 2-ഓ ഒക്കെ ഉള്ളൂ. അപ്പോൾ ചെറിയ പദ്ധതിയിൽ നിന്നപ്പോൾ ലാബാന് വലിയ സന്തോഷമായി. ഇപ്പോൾ ഉള്ളതിൽ ഭൂരിപക്ഷം ആർക്ക് കിട്ടി? ലാബാന് കിട്ടി. എന്നാൽ യാക്കോബിന് മനസ്സിലായി, ദൈവദൂതൻ തന്ന പദ്ധതി ആയതുകൊണ്ട് അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഫേവർ അതിന്റെ മേലുണ്ടാകും. അപ്പോൾ യാക്കോബ് അത് പ്രകാരം ചെന്നപ്പോൾ അവനെ വർദ്ധിപ്പിച്ചു. ഇവിടെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ,
ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി നിൽക്കുന്നവനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി കരുതും. നമ്മൾക്ക് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി എന്തൊക്കെയുണ്ടോ അവനെല്ലാം നമുക്ക് വേണ്ടി നിവർത്തിക്കും. എന്നാൽ ഞാൻ ഓടിച്ചു വിടട്ടെ, 3 ദിവസത്തെ വഴി ദൂരം വെച്ച് അവർ യാത്ര തിരിച്ചു. എന്നാൽ പിന്നെ എന്ത് ചെയ്തു? അവർ 3 ദിവസം ദൂരമാണ് യാക്കോബ് തന്റെ ഹേർഡ്സിനെ എല്ലാം നോക്കുന്നത്. എന്നാൽ യാക്കോബ് തന്നെ വിട്ടുപോയി എന്ന് ലാബാൻ അറിഞ്ഞപ്പോൾ 7 ദിവസം നടന്നു. 3 ദിവസം മുമ്പോട്ടും യാക്കോബ് പോയ 3 ദിവസം, അങ്ങനെ 7 ദിവസം നടന്നിട്ട് യാക്കോബിന്റെ അടുത്തെത്തി. അവിടെ 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോട് കൂടെ എത്തി. എന്നാൽ ദൈവം രാത്രിയിൽ സ്വപ്നത്തിൽ ആരാമിനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നീ ദൈവത്തിന്റെ പദ്ധതിയിൽ നിലനിന്നാൽ ഒരുത്തനും നിന്റെ നേരെ വിരൽ ചൂണ്ടാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ യാക്കോബിനെ പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ള ഒരു ബലത്തിലാണ്, ഹുങ്കിലാണ് ലാബാൻ വന്നത്. എന്നാൽ പറയാണ്, ആ രാത്രിയിൽ അവൻ ഇറങ്ങിയിട്ട്, നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കൽപ്പിച്ചു, നിന്നെ സംരക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നീ ദൈവത്തിന്റെ പദ്ധതിയിൽ നിലനിൽക്കുന്നെങ്കിൽ നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. അവരാരെന്ത് ചെയ്താലും അവന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ഇവിടെ യാക്കോബ് പറയുമ്പോൾ 31 അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിന് അപ്പോൾ കോപം ജ്വലിച്ചു. യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്തെന്നാൽ എന്റെ കുറ്റമെന്ത്? നീ ഇത്ര ഉഗ്രതയോടെ എന്റെ പിന്നാലെ ഓടി വരേണ്ടതിന് ഞാൻ ചെയ്ത കുറ്റമെന്ത്? അത് 31 അധ്യായത്തിലാണ്. നിങ്ങൾ അന്ന് വായിക്കണം. 36 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു, നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ജനനാശം വന്നിട്ടില്ല, നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അമ്മായപ്പന്റെ വസ്തുവായിരിക്കും മൊത്തം എടുത്ത് അടിച്ചു മാറ്റുന്നത്. പക്ഷെ യാക്കോബ് പറയാണ്, ഞാൻ എന്ത് ചെയ്തില്ല? നിന്റെ നിന്നെടുത്ത് കഴിച്ചില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിന് ഞാൻ ഉത്തരവാദിയായി. അതായത് ലാബാന്റെ ആടിനെ കടിച്ചു കീറിയതും ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. പകൽ കളവ് പോയതും രാത്രി കളവ് പോയതും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. പകൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ തളർന്നു, ഞാൻ ക്ഷീണിച്ച്, എന്റെ കണ്ണിന് ഉറക്കമില്ലാത്തതായി. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭവ്യമായും എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം ഇപ്പൊ പറയാണ്, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നെങ്കിൽ. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാനൊക്കെയില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ജേക്കബ് വാസ് എ മാൻ ഓഫ്, അവൻ ദൈവ ഭയമുള്ളവനായിരുന്നു, അവൻ മാൻ ഓഫ് എത്തിക്സ് ആയിരുന്നു, ധാർമ്മികത ഉള്ളവനായിരുന്നു, അവൻ ഇന്റഗ്രിറ്റി ഉള്ളവനായിരുന്നു, സത്യസന്ധത ഉള്ളവനായിരുന്നു, അവൻ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയുള്ളവനായിരുന്നു, മൊറാലിറ്റി, സദാചാരം, ചാരിത്രം സൂക്ഷിച്ചവനായിരുന്നു, അവൻ അനുസരണമുള്ളവനായിരുന്നു, ഒബീഡിയന്റ് ആയിരുന്നു, അവൻ പേഷ്യൻസ്, ക്ഷമയുള്ളവനായിരുന്നു, സഹനമുള്ളവനായിരുന്നു, എല്ലാറ്റിലും അവൻ കമ്മിറ്റഡ് ആയിരുന്നു, അവൻ വളരെ സമർപ്പണമുള്ളവനായിരുന്നു, അവൻ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഹി ഫോട്ട് അഗൻസ്റ്റ് ഓൾ ഓഡ്സ് ആൻഡ് വൺ, ട്രസ്റ്റിംഗ് ഇൻ ഹിസ് ഗോഡ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കും എതിരെ പടവെട്ടിക്കൊണ്ട് തന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ വിളിച്ച ദൗത്യത്തിൽ നിലനിൽക്കുന്നുള്ള ബോധ്യത്തിൽ തന്നെ സൂക്ഷിച്ചതുകൊണ്ട് അവന് വേണ്ടി സകലതും സംഭവിച്ചു. ഹല്ലേലൂയ. തന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതികൂലങ്ങൾക്കെതിരെ അവൻ അടരാടി വാഗ്ദത്തം സ്വായത്തമാക്കിയ ഒരു യാക്കോബിനെയാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവനെ എതിരിട്ടു. യാക്കോബ് അവനെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീം എന്ന് പേരിട്ടു. നമുക്കറിയാം, യാക്കോബിന് ഭയമായി. യാക്കോബ് ഉടനെ ഏശാവിന്റെ അടുത്തേക്ക് തന്റെ ആളുകളെ പറഞ്ഞു വിട്ടു. 3 കൂട്ടമായി വിഭജിച്ചു. ഇതൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ പറയുകയാണ്, നിന്റെ ദൈവം ആ സമയത്ത് യാക്കോബ് ദൈവത്തിന് വാഗ്ദത്തം ഓർപ്പിക്കുക. ഉൽപ്പത്തി 32 അധ്യായത്തിന് 9 വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പ്രാർത്ഥിച്ച്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവമായുള്ളവരെ, നിന്റെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിക്ക് പോകാം. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കും സകല ദയയ്ക്കും സകല വിശ്വസ്തയ്ക്കും ഞാൻ അപാത്രമത്രേ. താഴോട്ട് പറയുമ്പോൾ, നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാതെ വണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തല്ലോ. യാക്കോബ് പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ വാഗ്ദത്തം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, നീ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ, വചനങ്ങളെ എടുത്തുകൊണ്ട്
ദൈവത്തെ ഓർമ്മിപ്പിക്കണം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്നുള്ള ദൈവിക വാഗ്ദത്തം. ഹല്ലേലൂയ. പെറ്റത് അമ്മ തന്നെ കുഞ്ഞിനെ മറക്കുമോ? എന്നാലും ഞാൻ എന്നെ മറക്കുകയില്ല. ശത്രു ഒരു വഴിയായി വന്ന് 7 വഴിയായി അവൻ ഓടിപ്പോകും എന്നുള്ള വാഗ്ദത്തം. ഇങ്ങനെ നിനക്ക് പ്രതികൂലങ്ങളെ, സാഹചര്യങ്ങളെ ദൈവം പറഞ്ഞു, നീ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും വരുവികമാറ് സകല കൃപയും നൽകുന്ന ദൈവമാണ്. കടം കൊടുക്കുകയില്ല, കടം വാങ്ങിക്കുകയില്ല, വായ്പ കൊടുക്കുന്നവനായി മാറുമെന്നുള്ള വാഗ്ദത്തം. വാഗ്ദത്തങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദത്തത്തിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇവിടെ യാക്കോബിന് വേണ്ടി ഇറങ്ങി വരികയാണ്. സമയം തീരുന്നുവെന്ന് എനിക്കറിയാം, എന്നാൽ തന്നെ 1-2 വാക്യം കൂടെ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തട്ടെ. ഇവിടെ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. യാബോക്കിന്റെ കടവിങ്കൽ വെച്ച് ഇനി എന്നെ കൊണ്ട് കഴിയില്ല. പ്രിയ ദൈവത്തിലെ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ ഓർക്കുക, ദൈവം പ്രവർത്തിക്കേണ്ട സമയമാണ്. ആമേൻ. പലപ്പോഴും നമ്മുടെ സാധ്യതകൾ വെച്ച് നമ്മൾ അളക്കുകയും ആശ്രയത്തിന് പോവുകയും ചെയ്യുന്നെങ്കിൽ നീ നിന്നെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നിനക്ക് കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് നിന്റെ വിജയം ആരംഭിക്കും. ഹല്ലേലൂയ. നീ എന്നെനിക്ക് കഴിയില്ല കർത്താവേ. യാക്കോബ് യാബോക്കിന്റെ കടവിങ്കിൽ വെച്ച് അവൻ മൽപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വന്നു, യഹോവ ഇറങ്ങി വന്നു. നിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ സകല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നന്മയാക്കി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. പ്രതികൂലങ്ങളെല്ലാം നമ്മൾ കാണേണ്ടത് അതിനെ നന്മയാക്കി മാറ്റുന്നത്, അത് നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാ. ദൈവം പറഞ്ഞിരിക്കുന്ന, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, കർത്താവിൽ ആശ്രയിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ദൈവം അവനെ കരുതുകയാണ്. ഉടനെ യേശാവ് വന്നു. യേശാവിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, യാക്കോബ് 2-3 വിഭാഗമാക്കി. അതിലും അവൻ വഞ്ചന കാണിക്കുകയാണ്. എന്ത്? മറ്റു കൂട്ടങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ യോസേഫുമായി എനിക്ക് രക്ഷപ്പെടാം. അങ്ങനെയല്ല. യോസഫിനറിയാം എന്റെ വാഗ്ദത്തം യോസഫിലാണ്. യാക്കോബിനറിയാം എന്റെ വാഗ്ദത്തം യോസഫിലാണ് കിടക്കുന്നത്. യോസഫാണ് ഇഷ്ടപുത്രനായി ജനിച്ചിരിക്കുന്നത്. യാക്കോബിന് ഇവരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയാലും ഞാൻ എന്റെ വാഗ്ദത്തവുമായി ഓടി രക്ഷപ്പെടും. കാരണം യഹോവ എന്റെ കൂടെയുണ്ട്, അവനത് നിവർത്തിപ്പാൻ വിശ്വസ്തനാണ് എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി അവൻ നിൽക്കുകയാണ്. സ്തോത്രം. എന്നാൽ അവിടെ നമ്മൾ കാണുന്നു, ഒന്നുകൂടെ പറഞ്ഞു ഞാൻ നിർത്തട്ടെ, ഇവിടെ എല്ലാ ഭാഗത്തേക്കും വന്നവന്റെ പ്രതികൂലങ്ങൾ മാറി നിൽക്കുന്നു. പ്രതികൂലത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ യാക്കോബ് ദൂതനോട് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയ ദൈവത്തിലെ, യാക്കോബിനോട് ചോദിക്കുക, യാക്കോബെ, 20 വർഷം മുമ്പ് നീ പോയപ്പോൾ വെറും വടിയായി കടന്നുപോയവൻ വലിയ സൈന്യമായി മടങ്ങി വന്നിട്ട് ഈ കാണുന്നതൊന്നും നിന്റെ അനുഗ്രഹമല്ലേ? നമ്മൾ ഇന്ന് ഭൗതിക തലത്തെ നോക്കിക്കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ യാക്കോബ് പറയാണ്, അല്ല, ഇതല്ല എന്റെ അനുഗ്രഹം. എന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. ദൈവ ഇതിലെ നിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, നീ മുന്നമേ ആ രാജ്യവും നീ അന്വേഷിക്കുമ്പോൾ ഭൗതിക നന്മകളെല്ലാം നിന്റെ പുറകെ വരും. എന്നാൽ ദൈവം നിനക്ക് നൽകിയ വാഗ്ദത്തം, നിന്നെ ഇവിടെ തീർക്കേണ്ടതാ വാഗ്ദത്തം, ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതാ വാഗ്ദത്തം, നിത്യതയിൽ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിന്നെ സമർപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. Hallelujah. Jacob was chosen by God and appointed by his parents for a mission, and he got the provisions. ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, മാതാപിതാക്കളാൽ നിയോഗിക്കപ്പെട്ടവന്റെ കൂടെ ദൈവം കാര്യങ്ങൾ ഇരുന്ന് സകലവും നിവർത്തിച്ചു. ദൈവ ഇതിലെ നിന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശം ഇതാണ്. ഹിസ് ഫാദർ ട്രൈഡ് ടു ഡിസ്ട്രോയ് ഗോഡ്സ് പ്ലാൻ. അവന്റെ പിതാവ് ദൈവിക പദ്ധതിയെ തകർക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ, അവന്റെ അമ്മ അവനെ സപ്പോർട്ട് ചെയ്യുവാൻ ശ്രമിച്ചുവെങ്കിൽ, അവന്റെ സഹോദരൻ അവനെ നിഷേധിക്കുവാൻ, അവനെ എതിർക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ, ലാബാൻ അവനെ വഞ്ചിച്ചുവെങ്കിൽ, എല്ലാ സാഹചര്യങ്ങളും എതിരായി നിന്നിട്ടും God has called him, appointed for a mission. God's duty to finish his task by providing and protecting whatever things you needed. നിന്നെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, നിന്നെ നിയോഗിച്ചാക്കിയിരിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി ഭൂമിയിലാക്കിയിരിക്കുന്നുവെങ്കിൽ, അവസാന ശ്വാസം വരെ നിനക്ക് സാധ്യമായിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് ആ വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ വിശ്വസ്തനാണ്. അതവൻ നിവർത്തിക്കും. അതുകൊണ്ട് ഒരു സാഹചര്യത്തിലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവിടുന്ന് പറയുകയാണ്, യാക്കോബ് പേര് ചോദിക്കുമ്പോൾ ഇതും കൂടെ പറഞ്ഞു നിർത്തട്ടെ. യാക്കോബ് ഇപ്പോൾ അവന്റെ പദ്ധതി അംഗീകരിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യാക്കോബ് എന്ന് പറഞ്ഞാൽ സപ്ലാന്റർ ആണ്, പകരക്കാരനാണ്, കുതികാൽ പിടിക്കുന്നവനാണ്. ഒരു ഡിസ്റ്റന്റ് മീനിങ് ഉണ്ട്. അപ്പനിട്ട പേര് മാറ്റണം. കാരണം എന്താണ്? ദൈവം കൊടുത്ത പേരല്ല അപ്പനിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയിൽ യാക്കോബ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ അപ്പൻ കുതികാല് പിടിക്കുന്നവനായിട്ടാണ് കണ്ടത്. പ്രിയ ദൈവമല്ലേ, നിന്നെ ലോകവും നിന്റെ പിതാക്കളും കാണുന്ന പോലെയല്ല, ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ഇവിടെ പറയുകയാണ്, ഇന്നു മുതൽ നിന്നെ ഇസ്രായേൽ എന്ന് അറിയപ്പെടും.
ദൈവത്തിനാൽ, ദൈവത്തിന്റെ പദ്ധതിയാൽ, അല്ലെങ്കിൽ ഗോഡ്സ്, ഈ അവിടെ ഇസ്രായേൽ എന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ നിലനിൽക്കുന്നവൻ, ദൈവത്തിന്റെ പകരക്കാരൻ. അതായത് ദൈവം യാക്കോബിനോട് പറയാണ്, ഇന്നു മുതൽ നിന്നെ യാക്കോബ് എന്നല്ല അറിയപ്പെടുന്നത്, നിന്നെ എന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എങ്ങനെ? യാക്കോബിന്റെ ദൈവം. ഹല്ലേലൂയ. ഇന്നും ലോക ചരിത്രം നിയന്ത്രിക്കുന്നത്, നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ലോക ചരിത്രം നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ എന്ന ഒരു പേരിന്റെ ചുറ്റുമാണ്. ഇനിയും നടക്കുവാൻ പോകുന്നത്, ലോകത്ത് നിയന്ത്രിക്കപ്പെടുന്നതും ഇനി വരുവാൻ പോകുന്ന അനന്തര കാലങ്ങളെല്ലാം, ഈ നിമിഷങ്ങൾ അതിയായി സ്പീഡിൽ ഓടുവാൻ പോകുന്നത് യാക്കോബിന്റെ തലമുറയുടെ, ഇസ്രായേൽ എന്ന പേരിന്റെ പുറകിൽ നിന്നുകൊണ്ടാണ്. പ്രിയ ദൈവങ്ങളെ, നിന്റെ വിളിയിൽ നിന്നുകൊണ്ട് ദൈവം നിന്റെ പേരിൽ അറിയപ്പെടുവാൻ, കുഞ്ഞുമോൻ ജോഷുവയുടെ ദൈവം, ജോൺസന്റെ ദൈവം, ജോസന്റെ ദൈവം, ഇങ്ങനെ അറിയപ്പെടുവാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കും. അവൻ വിശ്വസ്തനാണ്. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം. ദൈവം നൽകിയ ഈ അവസരത്തിനായി ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു. ധാരാളമായി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സോറി, അല്പ മിനിറ്റുകൾ മുമ്പോട്ട് പോയാലും ദൈവം ക്ഷമിക്കണം, ദൈവം എന്നോട് ക്ഷമിക്കണം. മാത്രമല്ല, നിങ്ങൾ ഈ കാഴ്ചപ്പാടിൽ ഇന്ന് തന്നെ ഈ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് അനേക കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ദൈവത്തിനിടയാക്കും. നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ജീസസ്. താങ്ക് യു. നമ്മുടെ ഈ 5-ാം ദിവസത്തെ മീറ്റിംഗിൽ ദൈവം സൂക്ഷിക്കുവാൻ ഹല്ലേലൂയ പ്രിയ കർത്താദാസൻ കഞ്ഞോൻ ജോഷ കാണിച്ച സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ ആഴമേറിയ ദൈവിക ചിന്തകൾ ഇന്ന് രാത്രി കൈമാറ്റി ഇടയാത്തുന്നല്ലോ. കർത്താദാസനുള്ള നന്ദിയും ഹല്ലേലൂയ സ്നേഹം ഞങ്ങളുടെ വ്യക്തിപരം പേരും സഭയുടെ അറിയിക്കാണ്. ദാസൻ ദൈവം ധാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ആഴമേറിയ ദൈവവചന ചിന്തകൾ. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല, ലക്ഷണവെത്ത ഇസ്രായേലോട് അതേ ഫലിക്കയില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ എന്ന് വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് യാക്കോബിന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ചില ചിന്തകൾ ഇന്ന് രാത്രി ദൈവദാസിൽ കൂടി നമ്മെ ദൈവാത്മ കേൾപ്പിഴയാ തീർന്നല്ലോ. ദർശനത്തെ തിരിച്ചറിയുക, അതേ ദൈവിക വാക്തത്വങ്ങളിൽ നടക്കുക. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിൽ, ദൈവത്തിന്റെ വാക്തത്വങ്ങളിൽ, ദൈവിക പദ്ധതികളിൽ ഹല്ലേലൂയ നടക്കുന്നവരെ ദൈവം ഏതെല്ലാം തരത്തിൽ വിടുവിക്കുമെന്നും കരുതുമെന്നും ഹല്ലേലൂയ അതേ സ്തോത്രം ഓരോ നിമിഷവും പുലർത്തുമെന്നുള്ള ദൈവിക ദൂതാണ് ഇന്ന് രാത്രി നമുക്ക് കേൾപ്പാനിടയായി തീർന്നത്. പലപ്പോഴും നാം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും നാം പലപ്പോഴും ക്ഷീണിച്ചവരും തളർന്നവരുമായി ദൈവിക വാക്തത്വങ്ങളെ മറന്നുപോയവരുമാണ്. എന്നാൽ ഹല്ലേലൂയ ദൈവിക വാക്തത്വങ്ങളെ മറക്കുകയല്ല, നാം ഇത് തിരിച്ചറിയുക, ദൈവത്തിന്റെ ശബ്ദങ്ങളെ തിരിച്ചറിയുക, ദൈവിക നിയോഗങ്ങളെ തിരിച്ചറിയുക. അത് ദൈവിക നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ ഹല്ലേലൂയ അത് ദൈവിക വാക്തത്വങ്ങളിൽ നടക്കുവാൻ നാം കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ അതേ സ്തോത്രം, അതേ ഹല്ലേലൂയ അവൻ ഈ ലോകപ്രകാരം വ്യത്യസ്തനായിരിക്കും. ലോകത്തിന് ഒരു മാലിന്യങ്ങൾക്കും അതേ ഹല്ലേലൂയ തകർപ്പാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു ശാപത്തിനും അവനെ ഒതുക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു ആഭിചാരത്തിനോ ഒരു മന്ത്രവാദ ശക്തികൾക്കോ ഹല്ലേലൂയ അതേ ഒന്നുകൂടി പറഞ്ഞാൽ ലോകത്തിനോ പാപത്തിനോ പിശാചിനോ അതേ ദൈവിക പദ്ധതിയുള്ളവനെ തകർപ്പാൻ കഴിയത്തില്ല. കാരണം അവന്റെ ഉടയവൻ സ്വർഗമാ, കരുതുന്നവൻ സ്വർഗമാ. ഹല്ലേലൂയ അതേ പ്രൊവിഷൻ ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് എല്ലാം സ്വർഗത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ അവരെ നോക്കാൻ കഴിയത്തില്ല. വ്യത്യാസമുള്ളവനാ. ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 11 പഠിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനും മിസ്രയീമിനും വ്യത്യാസം വരുത്തേണ്ടതിന് ഞാൻ ഇസ്രായേലിന്റെ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായി പോലും നാവ് അനക്കുകയില്ല എന്ന് വചനം എഴുതി വെച്ചിരിക്കുക. ദൈവിക വാക്തത്വങ്ങളിൽ നടന്ന യാക്കോബിനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് ദൈവം എടുത്തു പറയുകയാണ്, ഞാൻ ഒരു നായി പോലും നാവ് അനക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ അതാ ദൈവത്തിന്റെ പ്ലാൻ. ഹല്ലേലൂയ അതാ ദൈവത്തിന്റെ ഹല്ലേലൂയ അതേ പദ്ധതിയിൽപ്പെട്ടവനെ ദൈവം കരുതുന്നു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അതാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയുക, ഞാൻ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ദൈവിക വാക്തത്വങ്ങളുള്ളവനാണ്. ഹല്ലേലൂയ ഞാൻ ദൈവിക വാക്തത്വങ്ങൾ സഞ്ചരിക്കുന്ന ദൈവമാണ്, അതേ ജനമാണ്. ഹല്ലേലൂയ എന്നെ തൊടുവാൻ ഒരു ശക്തി കഴിയത്തില്ല. എത്ര ലോകം ഒരു സൈന്യം എന്റെ നേരെ പാളയം പറയി വരട്ടെ, ഞാൻ നിർഭയമായിരിക്കും. ഹല്ലേലൂയ അതേ യാക്കോബിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നുവല്ലോ. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവം സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവനായി പ്രാർത്ഥിക്കാം. പിന്നെയും ഹല്ലേലൂയ ആയിരങ്ങൾക്ക് 10,000 പ്രേരണ തിരുവാനിടയാകുമാറാകട്ടെ.
ഇന്ന് രാത്രിയിലെ കുടിജനത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ അടുത്ത ദിവസമുള്ള മീറ്റിങ്ങുകൾക്കായി സ്തോത്രം ചെയ്യാം. ഈ മെസ്സേജിന്റെ അതേ റെക്കോർഡിംഗ് മെസ്സേജുകൾ കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കേണ്ടവരെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ജോസഫ് പ്രകാം ദയവായി ശബ്ദം ഉയർത്തി കേൾക്കവിടെ ധ്യാനിച്ചുകൊണ്ട് അടുത്ത ദിവസം വേണ്ടി അനുഗ്രഹത്തിനായും പ്രാർത്ഥനയുടെ കടന്നു പോകാം. സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, അടികൾ അകടത്തിന് മുമ്പിലേക്ക് അടുത്ത് വരുന്ന സ്വർഗ്ഗസിംഹാസനത്തിലേക്ക് നോക്കുന്നു. ഇന്ന് വൈകിട്ട് ദൈവത്തിന്റെ ദാസനിൽ കൂടി അടികൾ കൽപ്പിച്ച വചനങ്ങൾക്കായി ദൈവത്തിന്റെ പ്ലാനുകളിൽ നിന്നുകൊണ്ട് മുന്നേറിയവൻ ഹോയാൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഗ്ലോറിഫൈ കാൾ അവന്റെ ബന്ധാവിലൂടെ മുന്നേറിയപ്പോൾ ദൈവം തൊട്ട് അനുഗ്രഹിച്ചതുപോലെ അടികളുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ ബന്ധാവിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ നിന്റെ നേരെ ഒരുത്തരും നിൽക്കുകയില്ല, ഗ്ലോറിഫൈ കാൾ അഭിചാരം ഫലിക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും കർത്താവ് ഓർപ്പിച്ചപ്പോൾ ആ നിശ്ചയത്തിൽ മുന്നേറിയപ്പോൾ ദൈവം അത് നന്മയ്ക്കായി ഭവിച്ചുവല്ലോ. ഗ്ലോറിഫൈ ഗോഡ്. ഇസ്രായേലിനെ പരിപാലിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നതിനാൽ, ഹല്ലേലൂയ, യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നതിനാൽ അടികൾ അങ്ങ് വാഴ്ത്തുന്ന സ്തുതി. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ജോൺസ് പാസ്റ്ററെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുവാൻ അടികളെ സഹായിച്ചുവല്ലോ. തുടർന്നുള്ള മീറ്റിംഗ്സിനെയും കർത്താവ് മാനിക്കണം, നന്മകളാൽ നിറയ്ക്കണം. പകലത്തെ ഇന്റർസെഷനെ കർത്താവ് മാനിച്ചതിനാൽ അങ്ങ് വാഴ്ത്തും. ഗാനങ്ങൾ ആലപിച്ച് ഞങ്ങളെ സഹായിച്ച ആ പ്രിയപ്പെട്ടവരെ അടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നാളെ വന്ന് വീണ്ടും സംബന്ധിപ്പാൻ തക്കവേണം, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആഴമേറിയ സത്യങ്ങളെ ഏറ്റെടുക്കുവാൻ തക്കവേണം സ്വർഗമടികളെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ സമാധാനത്തോടുകൂടി അടികളെ വിട്ടാട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിനാൽ അങ്ങ് വാഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ അനുഗ്രഹവും ക്രിസ്താത്മാവിന്റെ കൃപയും സമാധാന സന്തോഷം പ്രേരണയും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും സംസാരിച്ച കർത്താവിന്റെ കുഞ്ഞുമഞ്ച പാസ്റ്ററുടെ മേലും കുടുംബത്തിന്മേലും ജോൺസ് പാസ്റ്റർ കുടുംബത്തിന്മേലും നമ്മളോട് എല്ലാവരോടും കൂടി ഇപ്പോഴും കർത്താവ് വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടി ഒന്ന് എല്ലാവരെയും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം കുഞ്ഞു ജോഷം നന്ദി അറിയിക്കുന്നത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം.